എക്സൽ നേരത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എക്സൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എക്സൽ ചെറിയ ക്ലാസ്സിൽ ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ചെയ്തിട്ട് എവിടെ തുടങ്ങി എടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ട് വെരി ബേസിക്സ് പോകണോ അതോ കുറച്ച് അറിയുന്നവരാണെങ്കിൽ നമ്മൾ ഒത്തിരി ബേസിക്സ് പോകുമ്പോഴേ അവർക്ക് തോന്നും അയ്യോ ബോറടിക്കുന്നെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാ പോകണ്ടേന്ന് അറിയാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പതുക്കെ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് അങ്ങ് തുടങ്ങി വെക്കാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ മാം. MS ഓഫീസിലെ വേർഡ് അല്ലെങ്കിൽ പവർ പോയിന്റ് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? എക്സൽ മാത്രമാണ് ചെയ്യാത്തുള്ളൂ? വേർഡ് പവർ പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പം കോളേജിലായാലും എനിക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. എക്സൽ അങ്ങനെ യൂസ് ചെയ്യാനുള്ളത് വന്നിട്ടില്ല. ഓക്കെ 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 ശരി, കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. പറയുന്നതിൽ സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. അപ്പൊ ഞാൻ കുറച്ചുകൂടെ സ്ലോലി പറയാം. നോട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മാം ഒന്ന് നോട്ട് ചെയ്തിട്ടേ പറയുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ മാം. താങ്ക് യു മാം. ഞാൻ എന്നാ പതുക്കെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മാം. ഓക്കെ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണാലോ? കാണാൻ പറ്റുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ. നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളുടെ ക്ലാസ് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റണം. അതാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്സ് തുടങ്ങി പോകണം, അതെനിക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഇതാണ്. 1.5 hours കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ. പക്ഷെ വലിയ വലിയ സംഭവമൊന്നുമല്ല, വളരെ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് 1 by 1 നമുക്ക് ഒരു ചെയ്ത് പറഞ്ഞു തന്നു ഞാൻ പൊക്കോളാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എക്സൽ എന്താണെന്നും എക്സലിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പൊ എക്സൽ എന്തിനാണ്? ഇടയ്ക്ക് ഒന്ന് എന്നോട് റെസ്പോണ്ട് ചെയ്തോളൂ, കാരണം എനിക്ക് കട്ടായി പോയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ കണക്ഷൻ കിട്ടണ്ടോ, സൗണ്ട് കിട്ടണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാം. റെസ്പോണ്ട് ചെയ്ത് എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടോ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഓക്കെ. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഭവം ഞാനിപ്പോൾ എടുത്തത്. പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പം, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവമാണ് ഒരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ. നമുക്ക് പതുക്കെ ഗ്രാജുവലി നമുക്കറിയാം, എനിക്കറിയാം നിങ്ങൾക്ക് പഠിക്കേണ്ടത് ക്യാഷ് ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് പറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാർക്ക് ലിസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ ഫയലിൽ നിന്ന് എന്താ ചെയ്യുക, ന്യൂ ഫയൽ. വിൻഡോസിന്റെ എല്ലാത്തിനും ഒരേ സ്ട്രക്ചർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഫയൽ ഓപ്പൺ, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം എടുക്കണമെങ്കിൽ ന്യൂ സെലക്ട് ചെയ്യുക. ഹലോ മെൽവിൻ ഡേവിഡ് അല്ലേ? ക്ലിയർ ആണോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇനി പ്ലീസ് റെസ്പോണ്ട്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുവാണ്, റെസ്പോൺസ് കിട്ടുന്നില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആൾക്കും കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പുതിയ ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഒരു എക്സൽ സ്പ്രെഡ് ഷീറ്റ് നമ്മൾ എടുക്കണം. എക്സൽ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്, കാൽക്കുലേഷൻസിന് മാത്രം ഞാൻ ഒരിക്കലും പറയില്ല, ബട്ട് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ സ്പ്രെഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. കാൽക്കുലേഷൻസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, കാൽക്കുലേഷൻസ് ഫോർമുലാസ് അപ്ലൈ ചെയ്യാം. അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ടു ഓപ്പൺ എ ന്യൂ വർക്ക് ബുക്ക്, അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഫയലിൽ നിന്ന് ന്യൂ ചൂസ് ചെയ്യുക, സെലക്ട് യുവർ ബ്ലാങ്ക് വർക്ക് ബുക്ക്. അപ്പൊ നമുക്കൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ആണ് കിട്ടുന്നത്. ഈ ബ്ലാങ്ക് വർക്ക് ബുക്കിനകത്ത് ക്യാൻ സീ ഡിഫറെന്റ് കോളംസ് കണ്ടോ? ABCD എന്ന് പറഞ്ഞിട്ട് കോളംസ് ഉണ്ടാവും. ഈ കോളം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ക്ലിക്ക് ആണ് ചെയ്യുന്നത്. മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവരിക, അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു കോളം സെലക്റ്റഡ് ആയി. ഇപ്പൊ വേർഡിലൊക്കെ നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഫുൾ കോളം സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ റോ ആണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ റോയിൽ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പറയുന്നത് ഇതൊരു സെല്ല് എന്നാണ്. സെല്ല് എന്ന് പറയുമ്പോൾ ഒരു റോയും ഒരു കോളം ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മളൊരു സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം കാൽക്കുലേഷൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് എനിക്ക് വേണ്ടത് ഇവിടെ 10 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്ത് ഞാൻ 20 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ നമുക്ക് ആരോ കീസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടാബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആരോ കീസ് യൂസ് ചെയ്യാം. ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, ഡൗൺ ആരോ, ബ്ലോക്കിന്റെ അവിടെ നമുക്ക് ആരോ കീസ് ഉണ്ട്. ആരോ കീസ് യൂസ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ 10ഉം 20യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഈ സെല്ലിലെ നമ്പറും ഈ സെല്ലിലെ നമ്പറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ല് ആ സെല്ല് എന്നൊക്കെ പറഞ്ഞ സിസ്റ്റത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാവില്ല. മനസ്സിലാവോ? ഒരിക്കലും മനസ്സിലാവാൻ പോണില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഓരോ സെല്ലിനും നമ്മളിപ്പോ ഒരു വീട്ടിൽ ഒരു പെർട്ടിക്കുലർ ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ എന്താ ചെയ്യുക? അയാളുടെ അഡ്രസ്സ് പറയും. അതേപോലെ തന്നെ 10 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത് ഈ സെല്ലിലാണ്. സോ ഈ സെല്ലിന് ഒരു സെൽ അഡ്രസ് ഉണ്ട്. ആ സെൽ അഡ്രസ് ആണ് ബി എന്ന് പറയുന്ന കോളത്തില് 9 എന്ന് പറയുന്ന റോയിലാണ് ഈ സെല്ലുള്ളത്. അപ്പോൾ B9 ആൻഡ് ദിസ് ഇസ് C9. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തു. ഇവിടെ ഞാൻ 78 എന്ന് ടൈപ്പ് ചെയ്താൽ ഈ 78 എന്ന് പറയുന്ന സെല്ലിന്റെ അഡ്രസ് ആണ് F12. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദേവിക്ക് പറയാമോ ഇത് സെൽ അഡ്രസ് എന്തായിരിക്കും? ഈ സെല്ലിന്റെ ഞാൻ ഈ ഹൈലൈറ്റ് I8. അപ്പോൾ ഇങ്ങനെ സെൽ അഡ്രസ് എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? എങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് എക്സലിൽ എന്ത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും എന്ത് ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ഈക്വൽ ടു ടൈപ്പ് ചെയ്യാം. ഈക്വൽ ഇട്ടാൽ അതിന് മനസ്സിലാവും ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഫോർമുലയാണ്. അപ്പൊ ഞാനിവിടെ വന്നിട്ട് 10 പ്ലസ് 20 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പൊ എനിക്ക് ആൻസർ 13 കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നു, 20 അല്ലായിരുന്നു, അവിടെ 50 ആയിരുന്നു. സോ ഐ ചേഞ്ച് ഇറ്റ് ടു 50. 15 ആക്കി. പക്ഷെ 15 ആക്കിയിട്ടും എനിക്ക് ആൻസർ ഇവിടെ 30 തന്നെയാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാ? ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 10 പ്ലസ് 20 എന്നാണ്. ഐ എം നോട്ട് റെഫറൻസിങ് ഇൻ ഇറ്റ് സെൽഫ്. ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10 എന്ന് പറയുന്ന വാല്യൂ പ്ലസ് 20 എന്ന് പറയുന്ന വാല്യൂ അത് എപ്പോഴും 30 തന്നെ ആയിരിക്കും. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദസ് ഞാൻ എന്തായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്? ഈ സെൽ അഡ്രസ് പ്ലസ് ഈ സെൽ അഡ്രസ് എന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ പ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ആൻസർ കറക്റ്റ് ഇവിടെ 16 കിട്ടും. എന്നിട്ട് 10 മാറ്റി ഞാൻ ഇവിടെ 20 ആക്കിയാൽ ഇവിടെ 20 പ്ലസ് 50 17 കിട്ടും. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അത് മാറും. എന്തുകൊണ്ടാണ് അത് മാറുന്നത്? അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുല നമുക്ക് ഫോർമുല ബാറിൽ കാണാൻ പറ്റും. എക്സലിലെ ഈ ഫോർമുല ബാറിൽ എന്താണോ ഉള്ളത്, അതായത് നമ്മുടെ സെല്ലിന്റെ ആക്ച്വൽ കണ്ടന്റ് എന്താണോ അത് നമുക്കിവിടെ ഫോർമുല ബാറിൽ കാണാൻ പറ്റും. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഈക്വൽ ടു B9 പ്ലസ് C9. സോ B9 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ പ്ലസ് C9 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ. ദാറ്റ് ആൻസർ 70. അങ്ങനെ സെൽ അഡ്രസ് കൊടുത്തത് നമ്മൾ പറയുന്നതാണ് സെൽ റെഫറൻസിങ്. സെൽ റെഫറൻസിങ് ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൽ അഡ്രസ് യൂസ് ചെയ്തിട്ട് ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെൽ അഡ്രസ്സിലുള്ള വാല്യൂ ചേഞ്ച് ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറും ചേഞ്ച് ആയിക്കോളും. അതാണ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് തിങ്. ഓക്കെ, അതിനകത്ത് ഫോർമാറ്റിംഗ് ചെയ്യണമെന്ന് ഞാൻ അധികം പറഞ്ഞിട്ടില്ല. അത് നമ്മൾ നോർമലി ഒരു വേർഡിലും പവർ പോയിന്റിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊരു റേഞ്ച് എന്ന് പറയാം. ഇത്രയും പോർഷൻ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് റേഞ്ച്. അതായത് B9 to D10. B9 to D10 ഞാൻ സെലക്ട് ചെയ്തിട്ട് ഹോമിൽ പോയിട്ട് ഇവിടെ ബോൾഡ് ആക്കാം, ഇറ്റാലിക്, അണ്ടർലൈൻ, ഇതൊക്കെ നമ്മൾ പണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡിലും പവർ പോയിന്റിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഫോർമാറ്റിംഗ് ടാബ്സ് തന്നെയാണ്. അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, ഫോണ്ടിന്റെ കളർ റെഡ് ആക്കണമെങ്കിൽ ഫോണ്ടിന്റെ കളർ റെഡ് ആക്കാം. അതൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ സെല്ലിന് കുറച്ച് വിട്ട് കൂട്ടണം എനിക്ക്. ഇതൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. ഞാനിത് സെലക്ട് ചെയ്തപ്പോൾ കുറച്ച് ഇങ്ങനെ വലുതാക്കി വെച്ചു. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, കണ്ടന്റ് ഇങ്ങനെയാണ് കിടക്കുന്നത്. 20 എന്ന് പറയുന്ന സെല്ലില് കണ്ടന്റ് കിടക്കുന്നത് താഴെയാണ്. അപ്പൊ എനിക്ക് കണ്ടന്റിന്റെ മിഡിൽ പോർഷനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഇത് ഫുൾ സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിൽ പോയിട്ട് ഇവിടെ കണ്ട ടോപ്പിൽ നമുക്ക് ഇത് വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ്. ടോപ്പ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, ഇത് ബോട്ടം അലൈൻമെന്റ്. അതിലെ മിഡിൽ അലൈൻമെന്റ് ക്ലിക്ക് ചെയ്ത സെല്ലിന്റെ വെർട്ടിക്കലി ഉള്ള മിഡിലിൽ വന്നു. ഇനി എനിക്ക് അതിന്റെ ഈ സെന്ററും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സെല്ലിന്റെ സെന്ററിൽ വന്നു. ഉണ്ടോ? ഇപ്പൊ ഭംഗിയായില്ലേ? അപ്പൊ അലൈൻമെന്റിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ
നോർമലി നമുക്ക് വേർഡിൽ വരുമ്പോൾ ഇങ്ങനൊരു സംഭവം വേർഡിലില്ല, പക്ഷെ നമുക്ക് എക്സലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് സെൻട്രൽ അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്. അതുപോലെ സെല്ലിന്റെ വെർട്ടിക്കലി ടോപ്പ് അലൈൻമെന്റ്, മിഡിൽ അലൈൻമെന്റ് ആൻഡ് ബോട്ടം അലൈൻമെന്റ്. അത് ഡിപ്പെൻസ് നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് അക്കൗണ്ടിങ് പർപ്പസിൽ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും ഇങ്ങനൊരു സെൻട്രൽ അലൈൻമെന്റ് കൊടുത്തത് ഭംഗിയാക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതും ഫോണ്ടിന്റെ സൈസ് കൂട്ടുന്നതും ഒക്കെ നമുക്ക് അതേപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ ഏത് ഫോണ്ട് വേണോ ആ ഫോണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ മറ്റെല്ലാതെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ, ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാം സെയിം തന്നെ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഫോർമാറ്റിംഗിൽ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഞാൻ ബാക്കി ഒന്ന് ചെയ്തു വരുമ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കാരണം മെനു വൈസ് നമുക്ക് അങ്ങനെ പോകാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷെ പർപ്പസ് വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ ചെയ്തത്? നമ്മൾ ഈക്വൽ ടു വാല്യൂസ് കൊടുക്കുന്നതിന് പകരം ഈക്വൽ ടു സെൽ അഡ്രസ് റെഫർ ചെയ്ത് കൊടുക്കുക. എന്ത് കാൽക്കുലേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മാത്സിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാൽക്കുലേഷൻ ആണെങ്കിലും ഇവിടെ അങ്ങനെ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സൈസ് കുറച്ച് ചെറുതാക്കിയേക്കാം, നമുക്കപ്പോൾ കാണാൻ നോക്കാനും എളുപ്പമുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ സെല്ലിലെ വാല്യൂം കൂടെ കൂട്ടിയിട്ട് അതിന്റെ കൂടെ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എൻ്റെ ഒരു മെത്തേഡ് എനിക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ബ്രാക്കറ്റിനകത്ത് 20 പ്ലസ് 50 ദിസിന്റെ സം ഇൻറ്റു 100 ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ഡിവൈഡഡ് ബൈ 50. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എങ്ങനെയാണോ മാത്തമാറ്റിക്കൽ ഫോമിൽ നമ്മുടെ ബുക്കിൽ എഴുതുന്നത്, ആ ബോർഡ് മാസിന്റെ ഒരു റൂളില്ലേ, ആദ്യം ബ്രാക്കറ്റ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പ്ലസ്, സബ്സ്ട്രാക്ഷൻ, അതേ ഓർഡറിൽ അതേ സംഭവം എങ്ങനെയാണോ നിങ്ങളൊരു ബുക്കിൽ കാൽക്കുലേഷൻ എഴുതുന്നത് അതേപോലെ തന്നെ എക്സലിലും കൊടുത്താൽ മതി. ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്പർ എഴുതുന്നതിന് പകരം ആ സെൽ അഡ്രസ് റെഫർ ചെയ്ത് കൊടുക്കുക. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ 100ഉം 50ഉം അവിടെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ സെൽസ് എന്ന് പറയുന്നത് അവിടെ 20, 50 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും? സെൽ അഡ്രസ് റെഫർ ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് എക്സൽ പഠിക്കാൻ ഈസിയാണ്, നമുക്ക് എന്താണോ പർപ്പസ് വേണ്ടത് ചെയ്യാൻ ഈസിയാണ്. ശരിക്കും എക്സൽ ഷീറ്റ് ഓപ്പൺ ആണെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നെ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് മറന്നുപോയി, 50 × 60 എത്രയാണെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈക്വൽ ടു 50 × 60 ആൻസർ കിട്ടിക്കഴിഞ്ഞു ഉണ്ടോ? അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. എന്ത് വേണം നമുക്ക് അപ്പം തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എന്ത് ഫോർമുല ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ യൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു ജോബിന് ചെല്ലുമ്പോൾ പർപ്പസ് എല്ലാം മാറും അല്ലെ? നമുക്ക് അവിടുത്തെ എന്താണോ ആവശ്യം അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. എങ്ങനെയാണോ നമ്മൾ കാൽക്കുലേഷന് ബുക്കിൽ എഴുതുന്നത് അതേ സാധനം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഈക്വൽ ടു ഇട്ടിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏത് സെല്ലിലെ വാല്യൂ ആണോ വേണ്ടത് ആ സെല്ലിന്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഫിക്സഡ് നമ്പേഴ്സ് എല്ലാം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. എന്ത് കാൽക്കുലേഷൻ വേണോ എക്സലിൽ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? ഇത്രയും ഓക്കെ. അടുത്തത് അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ എന്ത് കാൽക്കുലേഷൻ വന്നാലും ഇങ്ങനെ ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഒത്തിരി നമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അത്ര എളുപ്പം ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് നമ്പേഴ്സ് താഴത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാനൊരു കാര്യം കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് 1, 2, 3 താഴേക്ക് വരണമെങ്കിൽ ഞാൻ 1, 2, 3 ടൈപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എക്സലില് 1ഉം 2ഉം ടൈപ്പ് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ വന്നപ്പോൾ ഈ സിമ്പിൾ എങ്ങനെയാ വന്നിരിക്കുന്നത്? എന്ത് പ്ലസ് ആ വന്നിരിക്കുന്നത്? ഹോളോ അല്ലാത്ത സ്ലിം ആയിട്ടുള്ളൊരു പ്ലസ് അല്ലേ? ഇവിടെ വന്നപ്പോ എന്താ പ്ലസ് എങ്ങനെയായിരിക്കുന്നത്? ഹോളോ ആയിട്ടുള്ളൊരു പ്ലസ് അല്ലേ? ഇവിടെ വരുമ്പോ എങ്ങനെയാ സിമ്പിൾ വന്നിരിക്കുന്നത്? ഒരു ഹോളി ക്രോസിന്റെ സിമ്പിൾ അല്ലേ? ഇങ്ങനെയൊക്കെ അവർ ഡിഫറൻസ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെയും പർപ്പസും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എന്താ ഇങ്ങനത്തെ പ്ലസ് ആണെങ്കിൽ ദാറ്റ് ഈസ് സെലക്ഷൻ ടൂൾ. ഓക്കെ,
ഞാൻ ഈ രണ്ടും കൂടെ സെലക്ട് ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഈ കോർണറിൽ കൊണ്ടുവരണം, വേറെ എവിടെ കൊണ്ടുവന്നാലും വരത്തില്ല. ഈ കോർണറിൽ ഇവിടെ ഒരു പോയിന്റ് കാണാം നിങ്ങൾക്ക്. ആ പോയിന്റിൽ നിങ്ങൾ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു സിമ്പിൾ പ്ലസ് സിമ്പിൾ കാണാം. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ദാറ്റ് ഈസ് ഫോർ കോപ്പിയിങ്. ഓട്ടോമാറ്റിക് ആയിട്ട് 1 2 3 4 5 6 എന്ന് വന്നോളൂ. ഞാൻ ആദ്യം 1 എന്ന് ടൈപ്പ് ചെയ്തു, താഴത്ത് ഞാൻ 3 ആണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഞാനിവിടെ 100 എന്ന് ടൈപ്പ് ചെയ്തു, 200 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തോളും, ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താലും ബാക്കി പോർഷൻ ഫില്ലാവും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. തൊട്ടിപ്പുറത്ത് വേറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ വരെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫില്ല് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്താലും വർക്ക് ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ A1 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ എങ്ങനെയാ വരാമെന്ന് നോക്കിക്കോ. ഞാൻ ഇതിലേക്ക് വരുന്നത് ഫോർമുല കോപ്പി ചെയ്യുന്നതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ഇങ്ങനെ വന്നു, A1 A2 A3 A4 ഓട്ടോമാറ്റിക് ആയിട്ട് വന്നില്ലേ. അപ്പോൾ ഞാനിവിടെ 140 എന്ന് പറയുന്ന ഫോർമുലയിൽ B9 + C9 ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സെല്ലിലേക്ക് ഞാൻ കോപ്പി ചെയ്താൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും? B10 + C10 എന്ന് വരുമോ? ഇവിടെ കണ്ടോ A1 എന്നുള്ളത് A2 ആയി. നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തപ്പോൾ A1 എന്നുള്ളത് A2 വരാമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് വരും? നിങ്ങൾ നോക്കിക്കോളൂ, ഈ സെല്ലിൽ B10 + C10. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? B11 + C11. സോ ദാറ്റ് മീൻസ് നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പോൾ ഓഫീസിലൊരു അക്കൗണ്ടന്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അക്കൗണ്ടന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു മാനേജറെ കുറിച്ച് എന്തായിട്ട് കയറി കഴിഞ്ഞാൽ പോലും നമുക്ക് പല രീതിയിലും പ്രൈസ് ലിസ്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ മന്ത്ലി സാലറി കാൽക്കുലേഷൻ അങ്ങനെയൊക്കെ എന്തായാലും വരും. ഒരു പ്രൈസ് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ആണ്. അപ്പൊ ഞാനിവിടെ ഐറ്റത്തിന്റെ പേര്, ഐറ്റത്തിന്റെ പ്രൈസ്, GST 18%, നെറ്റ് എമൗണ്ട്, ഇത്ര എനിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഐറ്റം റൈസ്, പ്രൈസ് 50, GST എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രൈസിന്റെ 18%. നേരത്തെ ഞാൻ പറഞ്ഞ അതേ റൂള്, ഈക്വൽ ടു പ്രൈസിന്റെ എന്ന് പറയുമ്പോൾ പ്രൈസ് ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു 18%. ഇൻറ്റു ബ്രാക്കറ്റ് ആയിപ്പോയി, സോറി, ഇൻറ്റു 18%. ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈക്വൽ ടു പ്രൈസ് പ്ലസ് GST എമൗണ്ട്. നെറ്റ് എമൗണ്ട് കിട്ടി. അപ്പോൾ അടുത്ത എടുക്കുകയാണ് നമ്മളിവിടെ ഓയിൽ. അതിൻ്റെ പ്രൈസ് 67 റുപ്പീസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരണ്ടേ? ഞാൻ ഓരോന്ന് ഇപ്പോൾ എനിക്കൊരു 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ 100 പ്രാവശ്യം ഞാൻ ഫോർമുല എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് എക്സലിന്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ രണ്ടിലും ഞാൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ രണ്ട് സെല്ലും സെലക്ട് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ വാല്യൂ ഉള്ളതുകൊണ്ടാണ് അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. നമുക്ക് റോ ഡിലീറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആയി പോകും. റോ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളാം. റോ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. റോ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പം എനിക്ക് മുകളിൽ റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ? അപ്പം ഞാനവിടെ ഇടയിൽ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ആൻസർ വരുന്നുണ്ട്. വരാത്ത ഐറ്റം അനാലിസിസ് ആണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഫോർമുലയെ B3 × 18% ആണ്. ആ ഫോർമുലയെ താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ B3 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് B4 ആയിക്കോളും. അപ്പോൾ B4 എന്ന് പറയുമ്പോൾ ഏത് വാല്യൂ എടുക്കും? ഈ വാല്യൂ എടുത്തോളും. അതുകൊണ്ടാണ് എനിക്ക് ഫോർമുലയെ താഴേക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ദിസ്. ഞാനിവിടെ A1 എന്ന് കൊടുത്ത് കോപ്പി ചെയ്യുമ്പോൾ A2 A3 A4 A5 എന്ന് വരാമെങ്കിൽ നമ്മൾ ഫോർമുലയെ കോപ്പി ചെയ്യുമ്പോഴും അതേപോലെ തന്നെ B3 എന്നുള്ളത് നെക്സ്റ്റ് സെല്ലിൽ വരുമ്പോൾ B4 ആയിട്ട് വരും. ഞാൻ ഇതിങ്ങനെ പ്രത്യേകം പറയാനുള്ള റീസൺ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. ശ്രദ്ധിച്ചു വെച്ചോളാം. നമ്മളിതിനെ കോപ്പി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് B3 എന്നുള്ളത് B4 ആയിട്ട് മാറും. ചില കേസസിൽ നമുക്കത് കോൺസ്റ്റന്റ് ആക്കേണ്ട ആവശ്യം വരും, മാറാൻ പാടില്ല എന്ന്.
അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. ഇത് റിലേറ്റീവ് സെൽ അഡ്രസ്സിംഗ് ആണ്, അതായത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പോർഷൻസും സെല്ല് ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് റിലേറ്റീവ് ആയിട്ട് സെൽ അഡ്രസ് മാറുന്നതാണ്. അപ്പോൾ അത് പറയുന്നതാണ് റിലേറ്റീവ് സെൽ അഡ്രസ്സിംഗ്. ഇനി അബ്സല്യൂട്ട് സെൽ അഡ്രസ്സിംഗ് ഉണ്ട്, അത് നമുക്ക് വഴിയെ ഒരു ആവശ്യം വരുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നോക്കണ്ട. ഇതിന് നമ്മൾ പറയുന്നതാണ് റിലേറ്റീവ് സെൽ അഡ്രസ്സിംഗ്. അപ്പോൾ ഇതുപോലെ സെൽ അഡ്രസ് കൊടുത്ത് നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്യുക, ഫോർമുല താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി, കാൽക്കുലേഷൻ അവിടെ പക്ക നടന്നോളൂ. മനസ്സിലായോ? പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് സീരീസ് എങ്ങനെയാ പ്രിന്റ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതും ആവശ്യമുള്ള കേസസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ഐറ്റംസ് ഇപ്പോൾ 4 ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത് സീരിയൽ നമ്പർ കൊടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട്. ഇവിടെ ഞാൻ വന്നു, സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്തു, 1 എന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു 100 ഓൾറെഡി ചെയ്തു വെച്ചെങ്കിൽ 100 പേര് ടൈപ്പ് ചെയ്യാന്ന് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 1 സെലക്ട് ചെയ്യുക, കോർണറിൽ വരുമ്പോൾ ഒരു പ്ലസ് സിമ്പിൾ വരും, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് കയറും. അപ്പോൾ 1 2 3 എന്നാ വന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. 1ഉം 2ഉം ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിന് മനസ്സിലായി 1ഉം 2ഉം ആണെന്ന്. അപ്പം ഇതും കളഞ്ഞിക്കുക, 1ഉം 2ഉം സെലക്ട് ചെയ്യുക, എന്നിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വന്നത്? 3 4 ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നു. 4 ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, താഴത്തേക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വരുമായിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ 1ഉം 2ഉം ടൈപ്പ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം താഴേക്ക്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇന്ന് തന്നെ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ഫെസിലിറ്റി സാർ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കഴിവതും ഇന്ന് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇത്രയും ക്ലിയർ ആയോ സംഭവം? കാൽക്കുലേറ്റ് ചെയ്യണ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതിനകത്തെല്ലാം നമ്മൾ സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി ചെറുതായിട്ട് ഫംഗ്ഷൻസിലേക്ക് പോയി മൂവ് ചെയ്ത് തുടങ്ങാം. എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ നെറ്റ് എമൗണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആൻസർ ഇവിടെ വരണം. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്തിട്ട് ഇത്രയും പോർഷൻ സെലക്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഹോമിൽ ഇവിടെ ഒരു നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഓട്ടോസം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോസം കൊടുത്താൽ സം കാണാം, ആവറേജ്, കൗണ്ട്, മാക്സിമം ആൻഡ് മിനിമം. സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദാറ്റ് റേഞ്ച്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതാണോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ, ആ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷനിലെ വാല്യൂസിന്റെ സം, അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ മാക്സിമം, അല്ലെങ്കിൽ മിനിമം. ഏത് ഫംഗ്ഷൻ ഞാൻ ചൂസ് ചെയ്താലും അത് അപ്ലൈഡ് ആവുന്നത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന റേഞ്ചിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സം ചൂസ് ചെയ്തു. എനിക്ക് ആൻസർ എന്ത് കിട്ടി? 215. ഞാനത് 21 ഇവിടെ വരെ സെലക്ട് ചെയ്ത് വെച്ചത് മനഃപൂർവ്വമാണ്. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് ആൻസർ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഹോം ടാബ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓട്ടോസം കൊടുത്തു. എനിക്ക് ആൻസർ ആയിട്ട് തൊട്ട് താഴെ വരും. എനിക്ക് അവിടെ വേണ്ടായിരുന്നു ആൻസർ എനിക്ക് ഏറ്റവും താഴെ വേണമായിരുന്നു, അതിനാണ് ഞാൻ അവിടെ കൊടുത്തത്. ഓക്കെ, പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി എന്താ? ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇവിടെ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്താൽ 67 ആഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് താഴെ വാല്യൂ കിട്ടിക്കോളുമല്ലോ. അപ്പൊ എനിക്കറിയാം എനിക്ക് ഇത്ര ഐറ്റംസ് ഉണ്ട് എന്നാണെങ്കിൽ എനിക്ക് ഇവിടം വരെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഓട്ടോസം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സിമ്പിൾ മെത്തേഡ് ആണ്. ഓൾറെഡി നമുക്ക് മെനൂസിൽ സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി ആവറേജ് ആണ് കാണണ്ടെങ്കിൽ എനിക്ക് ആവറേജ് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആവറേജ് കിട്ടും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 62.15667. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞേക്കാം. 62.15667 എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇത്രയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഒന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോം ടാബിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഇൻക്രീസ് ഡെസിമലിനും ഡിക്രീസ് ഡെസിമലിനും ഓപ്ഷൻ ഉണ്ട്. ഇതും ഏതൊരു ഓഫീസിൽ ചെന്നാലും എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും എൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്നത്. ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യാനും ഇത് ഡിക്രീസ് ചെയ്യാനും റൗണ്ട് ചെയ്ത് വെച്ചോളൂ. അത് 17 ആയി 16 ആയി 15.157 ആയിരുന്നു, അതുകൊണ്ട് റൗണ്ട് ചെയ്ത് 16 ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇങ്ങനെയൊന്നും കണ്ടാൽ ഒരു ഭംഗിയാവില്ല റിപ്പോർട്ട് എടുക്കുമ്പോൾ. നമ്മളൊരു ബോസിനെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്താൽ അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. എന്താണെന്നറിയോ? ഇതിനകത്ത് ഇവിടെ 59 കിടക്കുക, ഇവിടെ 11.8 ഉണ്ട്, ഇവിടെ 79.06. അപ്പോൾ ഒന്നില്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഒന്നിനും വേണ്ട.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിൽ പോയിട്ട് ഇൻക്രീസ് ഡെസിമൽ, അപ്പോൾ മൊത്തം ഡെസിമൽ പോയി, ഇനി 2 ഡെസിമൽ പ്ലേസസ് അങ്ങ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണാൻ ഒരു ഭംഗി തന്നെ ഉണ്ടാവില്ലേ അല്ലേ? ഡെസിമൽ പോയിന്റ് ആയിട്ട് 2 സ്പേസ് വേണം എന്നുള്ളതാണല്ലോ നമ്മുടെ പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. എന്തായാലും അത് വേണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നും വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ 2 ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ വർക്കിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കിൽ അവർ ഇംപ്രസ്ഡ് ആവണമെങ്കിൽ റിപ്പോർട്ട് ഈ ഒരു സ്റ്റൈലിലൊക്കെ ആയിരിക്കണം. അല്ലാണ്ട് തോന്നുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു കാണുമ്പോൾ ഒരു ഇംപ്രഷൻ തോന്നത്തില്ല. ഓക്കെ ഓക്കെ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് പോയി വിട്ടുപോവുകയാണ് ഇടയ്ക്ക്, എന്നാൽ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 62.16 കിട്ടി. അപ്പോൾ ഓട്ടോസാം എടുക്കാം. ഓട്ടോസാമിൽ ഓപ്ഷനിൽ തന്നെ ഉണ്ട് മാക്സിമം, ആവറേജ്, കൗണ്ട് ഒക്കെ ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ സം ആവറേജ് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കൗണ്ടും മാക്സിമം മിനിമം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, സെയിം തന്നെയാണ്, എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ആ സമയം കളയുന്നില്ല. പക്ഷെ നിങ്ങൾ എല്ലാ കേസിലും നമുക്ക് ഓട്ടോസം ചെയ്തു പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന് ചേർന്നതല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അത്രയ്ക്ക് അങ്ങനെ പോയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫോർമുല ടൈപ്പ് ചെയ്യും. അപ്പോൾ സം കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് SUM. നോട്ട് ചെയ്ത് വെച്ചുള്ള ഈക്വൽ ടു സം ബ്രാക്കറ്റിനകത്ത് ഗീവ് ദ റേഞ്ച്. നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സ് കോമയിട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ 59 കോമ 11.80 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതല്ല എനിക്ക് ഒരു റേഞ്ചിലെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ സം എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഇത്രയും വാല്യൂസും സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ദ ആൻസർ ഇസ് 372.94. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഈക്വൽ ടു സം ഓഫ് E3 കോളൻ E18. അപ്പോൾ E3 തുടങ്ങി E18 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ദ ഫംഗ്ഷൻ ഇസ് സം. ദ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് റേഞ്ച് ആണ്, അല്ലെങ്കിൽ നമ്പേഴ്സ് കോമയിട്ട് കൊടുക്കാം. 2 രീതിയിലും ചെയ്യാം. ഇത് സം. ഇതേപോലെ ആവറേജ് കാണാനാണെങ്കിൽ ആവറേജ് ബ്രാക്കറ്റിൽ ക്യാൻ ഗീവ് ദ റേഞ്ച്. ഞാൻ ഈ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഒന്നുകൂടെ ഫോർമുല കാണിച്ചു തരാം. ഈക്വൽ ടു ആവറേജ് ഓഫ് E3 ടു E18. E3 തുടങ്ങി E18 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസിന്റെ ആവറേജ്. ഈക്വൽ ടു കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ കൗണ്ട് ബ്രാക്കറ്റിൽ വാല്യൂസ്. കൗണ്ട് എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂസിന്റെ കൗണ്ട് മാത്രമേ എടുക്കുള്ളൂ. സോ ദ നമ്പർ ഇസ് 6. കൗണ്ട് ഒക്കെ വരുമ്പോൾ ഡെസിമൽ പ്ലേസിന്റെ ആവശ്യമില്ല, അപ്പോൾ അത് കളഞ്ഞുകൂടാ, അത് മീനിങ് ഫുൾ അല്ല. 6.00 നിന്ന് കൗണ്ടിന് മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈക്വൽ ടു മാക്സ് ഓഫ് ദിസ് റേഞ്ച് 90 ആണ് ഇതിലെ മാക്സിമം. എന്താ ഫംഗ്ഷൻ? ഈക്വൽ ടു മാക്സ് ഓഫ് റേഞ്ച്. അതുപോലെ തന്നെ മിനിമം കണ്ടുപിടിക്കാൻ ഈക്വൽ ടു മിൻ ഓഫ് ദിസ് റേഞ്ച്. ഉണ്ടോ? അതിനകത്ത് മിനിമം വാല്യൂ. അപ്പൊ ഏത് ഫംഗ്ഷൻ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏത് ഫംഗ്ഷൻ എഴുതുന്നതിന് മുന്നേ ഈക്വൽ സിമ്പിൾ വേണം. ഫംഗ്ഷൻ എന്താണോ ഫംഗ്ഷൻ എഴുതുക, ബ്രാക്കറ്റ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. വാല്യൂ 1, വാല്യൂ 2 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. either you can give the values 1 by 1 separated by comma, അല്ലാന്നുണ്ടെങ്കിൽ can specify the range. അപ്പോൾ റേഞ്ച് കൊടുത്താൽ ആ റേഞ്ചിലുള്ള വാല്യൂസിന്റെ കൗണ്ട് കിട്ടും. നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻസ് എല്ലാം അത്യാവശ്യം സിമ്പിൾ ഫംഗ്ഷൻ, സം, ആവറേജ്, കൗണ്ട്, മാക്സിമം ആൻഡ് മിനിമം, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ആൻഡ് സിമ്പിൾ കാൽക്കുലേഷൻസ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇത് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. സീരിയൽ നമ്പർ കൊടുത്തിട്ട് ഞാൻ ഇത് അയച്ചു തരാം, നിങ്ങളപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇഫ് ഞാൻ എത്താൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. സീരിയൽ നമ്പർ ഇവിടെ ഞാൻ പേര് ടൈപ്പ് ചെയ്തു. ഇംഗ്ലീഷ് എന്നുള്ളത് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ സബ്ജക്ട്സ് എന്നുള്ളത് 4 സെല്ലും കൂടെ 4 സെല്ലും മെർജ് ചെയ്താണ് കിടക്കുന്നത്. എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമുക്കിവിടെ മെർജ് സെൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, മെർജ് ആൻഡ് സെന്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ചെയ്തിരിക്കുന്നതിനകത്ത് എനിക്ക് പ്രൈസ് ലിസ്റ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കണം. ഞാനിവിടെ എന്ത് കൊടുക്കും? പ്രൈസ് ലിസ്റ്റ്. അപ്പോൾ
പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് A1 എന്ന് പറയുന്ന സെല്ലിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് ആ മൂലയ്ക്ക് കിടക്കുക. എനിക്ക് എങ്ങനെ വേണം? ഇത്രയും പോർഷന് സെന്ററിൽ അത് വരണം. അപ്പോൾ അത്രയും പോർഷൻ സെലക്ട് ചെയ്യുക, ഹോം ടാബിനകത്തുള്ള മെർജ് ആൻഡ് സെന്ററിൽ ക്ലിക്ക് ചെയ്യുക. സോ അത്രയും സെൽസ് മെർജ് ചെയ്ത് വന്നു. ഒരു ബോർഡർ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ബോർഡർ എവിടെ നിന്നാണ് കൊടുക്കുക? ഇവിടെ തന്നെ ബോർഡർ ഓപ്ഷൻ ഉണ്ട്, ഓൾ ബോർഡേഴ്സ്. ഈ ഗ്രിഡ് ലൈൻസ് നമുക്ക് പ്രിന്റിൽ വരില്ല, നമുക്ക് ബോർഡേഴ്സ് കൊടുത്തിട്ട് വേണം പ്രിന്റ് എടുക്കാൻ. അപ്പോൾ നോക്കിയേ പ്രൈസ് ലിസ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, മനസ്സിലായോ? എനിക്കിപ്പോൾ രണ്ട് സെൽസ് ഇങ്ങനെ മെർജ് ചെയ്യാനാണെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഹോം ടാബ് എടുത്തിട്ട് മെർജ് ആൻഡ് സെന്റർ ഒരു വാല്യൂ കിട്ടുള്ളൂ, അങ്ങനെ മെർജ് ചെയ്യുമ്പോൾ കണ്ടോ. അപ്പോൾ ആ രണ്ട് സെല്ലും കൂടെ വെർട്ടിക്കലി ഇങ്ങനെ നമുക്ക് മെർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടൽ മെർജിങ് മാത്രമല്ല, താഴത്തേക്ക് കോളംസ് എടുത്താലും മെർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ടത്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സീരിയൽ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ സീരിയൽ നമ്പർ മെർജ് ചെയ്താൽ വന്നിരിക്കുന്നത്, ഇവിടെ നെയിം ഉണ്ട് അതും മെർജ് ചെയ്താൽ വന്നിരിക്കുന്നത്, ഇവിടെ സബ്ജക്ട്സ്, ഇവിടെ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ്, സയൻസ്, ഇവിടെ ടോട്ടൽ. രണ്ട് സെൽസ് മെർജ് ചെയ്തിട്ടാണ് ടോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആവറേജ് മെർജ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റസ് 2 കോളംസ് 2 റോസ് മെർജ് ചെയ്തിട്ടുണ്ട്, ഗ്രേഡും 2 റോസ് മെർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സബ്ജക്ട്സ് 4 കോളംസ് മെർജ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാവുന്നല്ലേ ഉള്ളൂ. രണ്ടുപേരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ലേ? ഓക്കെ. പിന്നെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് നോക്കി, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ യൂസ് ചെയ്ത അതേ ഫംഗ്ഷൻ അല്ലേ, ഈക്വൽ ടു സം ഓഫ് C3 to F3. C3 to F3 എന്ന് പറയുമ്പോൾ ഏതാ? ഇവിടെ തുടങ്ങി ഇവിടെ വരെ, C3 തുടങ്ങി F3 വരെയുള്ള സം നമ്മൾ കാണുന്നു. ഓക്കെ. ഇനി അടുത്തത് എന്താണ് എനിക്ക് വേണ്ടത്? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈക്വൽ ടു ആവറേജ് ഓഫ്, അതല്ലേ നമ്മൾ പഠിച്ചത്. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് തന്നെ പഠിച്ചു, നമ്മൾ അത് തന്നെ ചെയ്യുന്നു. ഇനി എനിക്ക് ഇംഗ്ലീഷിന്റെ മാക്സിമം മാർക്ക് കണ്ടുപിടിക്കണം. ഈക്വൽ ടു മാക്സ് ഓഫ് C3 to C9, ഇവിടെ തുടങ്ങി ഇവിടെ വരെ അതാണല്ലോ C3 to C9. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുമ്പോൾ ഒരു ഫോമുല നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും, കണ്ടോ. എൻ്റെ എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ മോഡിഫൈഡ് ആവും. ഇവിടെ ക്ലിക്ക് ചെയ്തു, D3 to D9 ശരിയല്ലേ? നോക്കിയേ, യുവർ റേഞ്ച് അല്ലേ വാല്യൂസ് വന്നിരിക്കുന്നത്. എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരും. അതുപോലെ ആവറേജ് കണ്ടുപിടിക്കാൻ ആവറേജ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കൗണ്ട്. ഇവിടെ കൗണ്ട് A യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. കൗണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കൊടുക്കുന്നതെങ്കിൽ കൗണ്ട് ഓഫ് B3 to B9 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെയിം വെച്ചിട്ടാണ് കൗണ്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ന്യൂമറിക്കൽ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഈക്വൽ ടു കൗണ്ട് ഓഫ് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നീന ഇതാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ആൻസർ 0 കിട്ടുള്ളൂ. കാരണം കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരിക്കലും ടെക്സ്റ്റ് വാല്യൂസിനെ കൗണ്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് വാല്യൂ കൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്തത്? കൗണ്ടിന് പകരം കൗണ്ട് എ. സോ ദർ ഇസ് അനദർ ഫംഗ്ഷൻ കൗണ്ട് എ. കൗണ്ട് എ ആണെങ്കിൽ സെല്ലിൽ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. സെല്ലിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ കൗണ്ടും ഉണ്ട്, കൗണ്ട് എയും ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കൗണ്ട് എടുക്കുമ്പോൾ കൗണ്ട് ആണ് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ടെക്സ്റ്റ് വാല്യൂസ് ടെക്സ്റ്റ് ഉള്ള ഫീൽഡ് കൊടുക്കരുത്. വെറുതെ കൗണ്ട് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടത് അപ്പം ഏതെങ്കിലും ഒരു ഇത് തന്നെ, ഏതെങ്കിലും ന്യൂമറിക്കൽ ഉള്ളത് തന്നെ കൊടുക്കണം. B3 to B9 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ അവിടെ ടോട്ടലിൽ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കറക്റ്റ് അവിടെ 7 കിട്ടും. ടെക്സ്റ്റ് വാല്യൂ ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ കിട്ടാതിരുന്നത്. അപ്പൊ ടെക്സ്റ്റ് ആണ് എൻ്റെ കോളത്തിലെ വാല്യൂ, എനിക്ക് കൗണ്ട് കണ്ടേ പറ്റൂ എന്നാണെങ്കിൽ കൗണ്ടിന് പകരം കൗണ്ട് എ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും എക്സൽ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, എനിക്ക് കൗണ്ട് കിട്ടി. ഇതാണ് ഞാൻ ഇത്രയും പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ടോട്ടലും ആവറേജും വേറെ. സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ആള് മെൽഡിൻ അല്ലെ? മെൽഡിന്റെ ഒരു സൗണ്ട് കേട്ടില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്കിപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പാസ്ന്ന്, അതായത് നമ്മുടെ ആവറേജ് മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ആവറേജ് മാർക്ക്
ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ കുട്ടി പാസ്, ഇല്ലെങ്കിൽ കുട്ടി ഫെയിൽ. ഞാൻ ഇവിടെ നിന്നിട്ട് ആവറേജ് ഇതുപോലെ 23 ആക്കി. അപ്പോൾ ഗ്രേഡ് ഡി ആയി, അപ്പോഴും ആള് പാസ്സാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് 45 ആക്കി നോക്കാം, 34 ആക്കി നോക്കാം, 34 ആക്കാം. എവിടെ 34 ആവും? സോറി, കൺട്രോൾ വേറെ. ഓക്കെ, 1 ആക്കി നോക്കാം. ഇതിൽ 49 ഉണ്ട്. ഉണ്ടോ? അപ്പോൾ 29.75 വന്നപ്പോൾ കുട്ടി ഫെയിലായി. അപ്പോൾ ആവറേജിലെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ കുട്ടി പാസ്, അല്ലെങ്കിൽ കുട്ടി ഫെയിൽ. ഇത് നമുക്ക് ഇഫ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴായാലും യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനമാണ്, ഒരു ഫംഗ്ഷനാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇഫ്. അപ്പം ഇഫ് എന്തിനാ ചെയ്യണേ? ആസ് യൂഷ്വൽ നമ്മൾ പറയുമ്പോൾ തന്നെ പറയണ പോലെ, മഴ പെയ്യുവാണെങ്കിൽ കുട എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങോട്ട് വരുവാണെങ്കിൽ, ഞാൻ ഇന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ പോവാം എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഫ് ആണ്. എന്ത് കണ്ടീഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഫ് ഇട്ടില്ലേ കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് യൂസ് ചെയ്യുക? എനിക്ക് എന്താ കണ്ടീഷൻ? ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ എനിക്ക് പാസ്, അല്ലെങ്കിൽ ഫെയിൽ. അപ്പോൾ ഒരു കണ്ടീഷൻ എടുത്താൽ യെസ് അല്ലെങ്കിൽ നോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കമ്പൽസറി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടീഷൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കണ്ടീഷൻ കൊടുത്താൽ കണ്ടീഷനിൽ യെസ് അല്ലെങ്കിൽ നോ കമ്പൽസറി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫംഗ്ഷനകത്തും ഈക്വൽ ടു ഇഫ് എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റിൽ ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇഫിന്റെ ബ്രാക്കറ്റിൽ ആദ്യത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ലോജിക്കൽ ടെസ്റ്റ്. എന്താ എൻ്റെ അടുത്ത് ലോജിക്കൽ ടെസ്റ്റ്? ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആവറേജിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, ദാറ്റ് ഈസ് മൈ കണ്ടീഷൻ. ആ കണ്ടീഷൻ അവിടെ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഫോർമുലയിൽ നോക്കി, കോമ ഇട്ടിട്ടാണ് വാല്യൂ ഇഫ് ട്രൂ. സോ ഞാനും ഇവിടെ എന്ത് ചെയ്യും? കോമ ഇടും, വാല്യൂ ഓഫ് ട്രൂ, അതായത് കുട്ടിയുടെ മാർക്ക് ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ പാസ് എന്ന് വരണം. സോ ഡബിൾ കോട്ട്സിൽ ഞാൻ പാസ് എന്ന് ടൈപ്പ് ചെയ്യും, കോമ. ഇൻ കേസ് ഫെയിൽ ആയാൽ, മീൻ കണ്ടീഷൻ ഫോൾസ് ആയാൽ അവിടെ എനിക്ക് ഫെയിൽ എന്ന് വരണം, ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഈക്വൽ ടു ഇഫ് എന്ന് കൊടുത്തു, ഇഫിന്റെ ബ്രാക്കറ്റിൽ ഞാനൊരു കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരണം? അത് ഞാൻ അവിടെ പാസ് എന്ന് കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഫെയിൽ എന്ന് വരണം. അതവിടെ ക്ലിയർ ആയോ? ഇഫ് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ്, അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. എൻ്റെ പ്രസ് ചെയ്യാം, ഞാൻ താഴേക്ക് ആ ഫോണിൽ കോപ്പി ചെയ്തിട്ടാണ് നോക്കുന്നത്. എല്ലാം വാക്സും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് എടുക്കുക, കണ്ടീഷൻ. സോ വാട്ട് ഈസ് മൈ കണ്ടീഷൻ? ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. കണ്ടീഷൻ കഴിഞ്ഞാൽ കോമ ഇടുക, കോമ ഇട്ടിട്ട് എന്താണോ അവിടെ വരേണ്ടത് അത് കൊടുക്കുക. ദാറ്റ് ഈസ് ട്രൂ ആണെങ്കിൽ എന്ത് വരണം അത് അവിടെ കൊടുക്കുക, ഫോൾസ് ആണെങ്കിൽ എന്ത് വരണം അത് കൊടുക്കുക, ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ അപ്പോൾ ഇഫിന് 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് യുവർ ലോജിക്കൽ കണ്ടീഷൻ, സെക്കൻഡ് ആർഗ്യുമെന്റ് വാല്യൂ ഇഫ് ട്രൂ, ആൻഡ് ദ തേർഡ് ആർഗ്യുമെന്റ് വാല്യൂ ഇഫ് ഫാൾസ്. ക്ലിയർ ആയോ? രണ്ട് ബ്രാക്കറ്റ് ഇട്ടുകൊണ്ടാണ് എറർ കിട്ടിയത്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഞാനൊരു കണ്ടീഷൻ മാറ്റി പറയാം, ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് വേണ്ടത് ടോട്ടൽ മാർക്ക്, അല്ലെങ്കിൽ വേണ്ട ഇംഗ്ലീഷിന്റെ മാർക്ക് അല്ലെങ്കിൽ മാത്സിന്റെ മാർക്ക് 50-നേക്കാളും കൂടുതലാണെങ്കിൽ മാത്രം കുട്ടി പാസ്, ഇല്ലെങ്കിൽ ഫെയിൽ. അപ്പൊ എങ്ങനെ ചെയ്യും? ഈക്വൽ ടു ഞാൻ ഇട്ടു, ഇഫ് ഞാൻ എഴുതി, ബ്രാക്കറ്റിൽ എന്താ കൊടുക്കേണ്ടത്? എന്തായിരിക്കും ഞാൻ കൊടുക്കേണ്ടത്? എൻ്റെ കണ്ടീഷൻ എന്താ? മാത്സിന്റെ മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. സോ വാട്ട് ഐ ഹാവ് ടു ഡു? മാത്തമാറ്റിക്സ് എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, ആണെങ്കിൽ പാസ്, ഇല്ലെങ്കിൽ ഫെയിൽ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക.
ക്ലിയർ ആയോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എനിക്ക് വേണ്ടത് ശരിക്കും നമ്മുടെ ഒരു സംഭവം അങ്ങനെയല്ലല്ലോ. എല്ലാ സബ്ജക്ട്സിനും 40-നേക്കാളും കൂടുതലാണെങ്കിലല്ലേ സത്യത്തിൽ കുട്ടി പാസ്സാവണുള്ളൂ. അപ്പൊ എന്റെ കണ്ടീഷനിൽ എനിക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരെണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കിവിടെ 4 കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഇംഗ്ലീഷിന്റെ മാർക്ക് >40 ആയിരിക്കണം, കമ്പ്യൂട്ടറിന്റെ മാർക്ക് >40 ആയിരിക്കണം, മാത്സിന്റെ മാർക്ക് >40 ആയിരിക്കണം, സയൻസിന്റെ മാർക്കും >40 ആയിരിക്കണം. അപ്പൊ 4 കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. എന്നാലാണ് എനിക്ക് ആ ഇഫിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തായിരിക്കും ചെയ്യാന്നറിയോ? നമുക്ക് ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. AND ഇത് ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. ആൻഡിന്റെ ബ്രാക്കറ്റിൽ എനിക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും കൊടുക്കാം. C3 > 40, this thing > 40, mathematics > 40, science > 40. എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് ഫോൾസ് എന്ന് വന്നു. എന്താ ഫോൾസ് എന്ന് പറയാൻ കാര്യം? മാത്സിനും ഇംഗ്ലീഷിനും 40-നേക്കാളും താഴേക്ക് നോക്കി കണ്ടോ? അപ്പൊ എനിക്ക് എന്ത് റിട്ടേൺ ചെയ്യുന്നുണ്ട്? ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിയാൽ എനിക്ക് ഫോൾസും, എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രം എനിക്ക് ട്രൂ എന്നും കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതങ്ങോട്ട് ഇഫിലിട്ട് കൊടുത്താൽ പോരെ? എന്താ ഞാൻ ഇഫിലിട്ട് കൊടുക്കേണ്ടത്? ഇത്രയും സംഭവം ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസിനകത്ത് വന്നു ഈക്വൽ ടു ഇഫ്. ഇഫിന്റെ ബ്രാക്കറ്റിൽ എനിക്ക് 4 കണ്ടീഷൻ കൊടുക്കണം. 4 കണ്ടീഷൻ ഒരുമിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. ലോജിക്കൽ ടെസ്റ്റിന് നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യും? ഒരു ആൻഡിന്റെ ഫംഗ്ഷൻ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കും. ഇഫ് ആൻഡ് ഓഫ് C3 > 40, D3 > 40, E3 > 40, F3 > 40. ഇതിന്റെ ആൻസർ എന്തേ വരുള്ളൂ? ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പൊ ട്രൂ ആണെങ്കിൽ എസ് എന്നുള്ളതും ഫോൾസ് ആണെങ്കിൽ നോ എന്നുള്ള കേസും വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കോമ ഇട്ടിട്ട് ട്രൂ ആണെങ്കിൽ അവിടെ എന്ത് വരണം? പാസ്. ഫോൾസ് ആണെങ്കിൽ എന്ത് വരണം? ഫെയിൽ. അത് കുറച്ച് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. കുട്ടി ഫെയിലായി. എന്താ കാര്യം? 2 സബ്ജക്ട്സിന് മാർക്ക് 50-നേക്കാളും കുറവാണ്. ഇവിടെ 23 ഉണ്ട്, അതുകൊണ്ട് കുട്ടി ഫെയിലായി. ഇവിടെ 21 ഉണ്ട്, അതുകൊണ്ട് ഫെയിലായി. ഇവിടെ 35 ഉണ്ട്, അതുകൊണ്ട് ഫെയിലായി. ഇവിടെ 35 ഉണ്ട്, അതുകൊണ്ട് ഫെയിലായി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈക്വൽ ടു ഒന്നിലധികം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോമയിട്ട് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി. ഇതിന് നമുക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ എക്സലില് നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അതൊക്കെ ഒരു ഫംഗ്ഷനകത്ത് വേറെ ഫംഗ്ഷൻ വിളിച്ചും ചെയ്യാൻ പറ്റും. ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാം. എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ട്രൂ എന്നും, ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിയാൽ അത് ഫെയിൽ എന്നും ഫോൾസ് എന്നും റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു കണ്ടീഷൻ അങ്ങനെ തന്നെ നമ്മൾ ഇഫിന്റെ ലോജിക്കൽ ടെസ്റ്റിൽ ഇട്ട് കൊടുത്താൽ ആ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് പാസ് എന്നും, ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫെയിൽ എന്നും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഞാൻ മൊത്തത്തിൽ എഴുതി കാണിച്ചു തരാം. ഇഫിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കേണ്ടത് ആദ്യം ലോജിക്കൽ ടെസ്റ്റ് ആണ്. ലോജിക്കൽ ടെസ്റ്റ് എന്താണ്? ആൻഡിന്റെ ബ്രാക്കറ്റിൽ ഞാൻ എന്ത് കൊടുക്കും? ക്യാപ്സിൽ തന്നെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ട്. ആൻഡ് എഴുതാം. ആൻഡിന്റെ ബ്രാക്കറ്റിൽ ആദ്യത്തെ കണ്ടീഷൻ > 40. സോറി, അത് അവിടെ നിന്ന് പോയിട്ടോ, സോറി. ഞാൻ ഇവിടെ എന്താ എനിക്ക് മിസ്റ്റേക്ക് വന്നത്? ഈക്വൽ ടു ഇട്ടില്ല. ഈക്വൽ ടു എഫ് ബ്രാക്കറ്റില് ആൻഡ് ബ്രാക്കറ്റില് ഇംഗ്ലീഷ് > 40, computer > 40, mathematics > 40, science > 40. ഇനി ആൻഡിന്റെ ആ ഒരു 4 കണ്ടീഷൻസ് അവിടെ തീർന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആൻഡിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇഫിനകത്തുള്ള ലോജിക്കൽ ടെസ്റ്റ് തീർന്നു.
ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇഫിനകത്തിന്റെ ലോജിക്കൽ ടെസ്റ്റ് ആണ് ആൻഡിനകത്ത് ഞാൻ കൊടുത്ത 4 കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, തെറ്റാണെങ്കിൽ ഒരെണ്ണമെങ്കിലും തെറ്റിയാൽ അത് ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇൻ കേസ് ഇത് ട്രൂ ആണെങ്കിൽ എനിക്ക് അവിടെ എന്ത് വരണം? പാസ്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് വരണം? ഫെയിൽ. ഇതൊന്ന് എഴുതി വെച്ചോളൂ. ഇഫ് ആൻഡ് T3 greater than or equal to 40, D3 greater than or equal to 40, അടുത്ത കണ്ടീഷൻ. അങ്ങനെ എത്ര കണ്ടീഷൻസ് ഉണ്ട് അത്രയും കണ്ടീഷൻസ് കൊടുക്കുക. കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ പാസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫെയിൽ. നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. നോട്ട് ചെയ്തോ? ദേവിക ഒന്ന് നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. നോട്ട് ചെയ്തു. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫെയിൽ ചെയ്യുന്നു. ക്ലിയർ ആയോ ഇത്? എനിക്കറിയാം ഒറ്റടിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലോ ചെയ്ത് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. എനിക്ക് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെ എഴുതിയിട്ടുണ്ട് ഗ്രേഡ്. ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ എ ഗ്രേഡ്, ബിറ്റ്വീൻ 90 ആൻഡ് 70 ആണെങ്കിൽ ഗ്രേഡ് ബി, ബിറ്റ്വീൻ 70 ആൻഡ് 60 ആണെങ്കിൽ ഗ്രേഡ് സി, ബിറ്റ്വീൻ 60 ആൻഡ് 40 ആണെങ്കിൽ ഗ്രേഡ് ഡി. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് എ, ബി, സി ആൻഡ് ഡി, ഇതാണ് 4 ഗ്രേഡ്സ് നമുക്ക് വരേണ്ടത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ആവറേജ്. അപ്പൊ എനിക്ക് ഒരു ഇഫിൽ നടക്കുന്ന കാര്യമല്ല അത്, അല്ലേ? എന്തുകൊണ്ടാ? ആദ്യത്തെ ഇഫ് എഴുതി, ഇഫിന്റെ ബ്രാക്കറ്റിലെ കണ്ടീഷൻ എന്താ? എന്റെ കണ്ടീഷൻ ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ? 90 ആണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ എ ഗ്രേഡ് എന്ന് കൊടുക്കും, കോമ. അല്ലെങ്കിൽ എനിക്ക് ബി ഗ്രേഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ബി ആവണം എന്നുണ്ടെങ്കിൽ 70നെക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെക്ക് ചെയ്യണം? ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അത് ബി ആണോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇഫ് എഴുതിയല്ലേ പറ്റൂ. ഞാൻ വീണ്ടും അടുത്ത ഇഫ് സ്റ്റാർട്ട് ചെയ്യും. ഇഫിന്റെ ബ്രാക്കറ്റിൽ അടുത്ത ടെസ്റ്റ് കൊടുക്കും. ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ? 70 ആണെങ്കിൽ എനിക്ക് മനസ്സിലായി ബി ഗ്രേഡ് എന്ന് വരണം. അല്ലെങ്കിൽ എന്ന് പറയാൻ നമ്മൾ കോമ ഇട്ടുമ്പോഴാണല്ലോ നെക്സ്റ്റ് ഫോൾസ് കണ്ടീഷൻ, കോമ. വീണ്ടും എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഇഫിന്റെ ബ്രാക്കറ്റിൽ വീണ്ടും കൊടുക്കുക. ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ? 60 ആണെങ്കിൽ അഗൈൻ അവിടെ നമുക്ക് പറയാം സി ഗ്രേഡ്. ഓക്കെ, ഇനി 60 അല്ലെങ്കിൽ ഡി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡി ആണോ ഇ ആണോ എന്ന് ഞാൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കണം. സെഗിയൻ ഐ വിൽ ഗിവ് അനദർ ഇഫിന്റെ ബ്രാക്കറ്റിൽ ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഓക്കെ, 40നെക്കാളും കൂടുതലാണോ നോക്കും. 40നെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഡി ഗ്രേഡ്. 40നെക്കാളും കൂടുതലാണെങ്കിൽ ഡി ഗ്രേഡ് എന്ന് പറയണു. അല്ലാന്നുണ്ടെങ്കിൽ ഇ ഗ്രേഡ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഐ ക്യാൻ ഗിവ്. ഇനി എന്താ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത്? ഈ അവസാനം സ്റ്റാർട്ട് ചെയ്ത ഇഫ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഈ ഇഫ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഇഫ് ക്ലോസ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഈ ഇഫ് ക്ലോസ് ചെയ്യുക. 4 ഇഫ് നമ്മൾ ക്ലോസ് ചെയ്തതൊന്ന് ശ്രദ്ധിച്ചാൽ കളർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ബ്ലൂ കളറാണ്, അടുത്തത് വേറൊരു ബ്ലാക്ക് കളറാണ്, പിന്നെ റെഡ് കളറിലാണ് ഇഫ്. അപ്പോൾ ഓരോ ഇഫിനകത്തും കണ്ടീഷൻ ഉണ്ട്, വാല്യൂ ഓഫ് ട്രൂ, വാല്യൂ ഓഫ് ഫോൾസ്. പക്ഷെ വാല്യൂ ഓഫ് ഫോൾസിനകത്ത് അനദർ ഇഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഇഫ് ക്ലോസ് ചെയ്താലേ ഇത് പൂർണ്ണമാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്തോ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ചെയ്യാം. ഈക്വൽ ടു ഇഫ്. ഇഫിൽ എന്താ കൊടുക്കേണ്ടത്? ആദ്യം കണ്ടീഷൻ. സോ ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ്. അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. കോമ ഇടാൻ മറക്കരുത്. കോമ ഇട്ടില്ലെങ്കിൽ അവിടെ മിസ്റ്റേക്ക് വരും. കോമ ഇടുക. അടുത്ത ഇഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇഫിനകത്ത് വീണ്ടും നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കുക. ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ? 70 ആണെങ്കിൽ എനിക്കറിയാം അവിടെ ബി ഗ്രേഡ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് സി, ഡി ഓർ ഇ. ഇപ്പൊ അഗെയിൻ അനദർ വീണ്ടും കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
60 ആണ്. 60 ആണെങ്കിൽ C grade, otherwise again go for another if. ബ്രാക്കറ്റിലെ കണ്ടീഷൻ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ നോക്കുക. 40 ആണെങ്കിൽ ദാറ്റ് ഈസ് ഡി ഗ്രേഡ്, അതല്ലെങ്കിൽ ഇ ഗ്രേഡ്. പിന്നെയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ഇഫിലേക്ക് പോകാമായിരുന്നു, പക്ഷെ പിന്നെ കണ്ടീഷൻ ഇല്ല, എനിക്ക് ഈ വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടുന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ആദ്യത്തെ ഇഫ് ക്ലോസ് ആയി, രണ്ടാമത്തെ ഇഫ് ക്ലോസ് ആയി, മൂന്നാമത്തെ ഇഫ് ക്ലോസ് ആയി, ഫസ്റ്റ് നമ്മൾ കൊടുത്ത ഇഫ് ക്ലോസ് ആയി. ഏറ്റവും ലാസ്റ്റ് ആണ് 4 ഇഫ് ഞാൻ ക്ലോസ് ചെയ്തിരിക്കണേ. ഇത് മനസ്സിലായോ? കണ്ടീഷൻ വാല്യൂ ഓഫ് ട്രൂ, അനദർ കണ്ടീഷൻ. അതിന്റെ എൽസിലാണ് നമ്മൾ അടുത്ത കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ എൽസ് തീരുന്നത് ഇവിടെയാണ്, അതുകൊണ്ടാണ് എല്ലാ ഇഫും നമ്മൾ എൻഡിൽ ക്ലോസ് ചെയ്തത്. ഈ ഇഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ചിലപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വരില്ലായിരിക്കും, 2 കണ്ടീഷൻസ് ഒക്കെ വരുള്ളായിരിക്കും, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ താഴെയും ഞാൻ ഇവിടെ ഫോമിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നോട്ട് ചെയ്താലും മതി. നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. ഇപ്പം ഇഫിൻ്റെതായതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ലക്ഷ്മി പ്ലീസ് നോട്ട് ചെയ്ത് മിസ്. ഇനി നമുക്ക് ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ച ഇതേ സാധനം തന്നെ ഇഫ് തന്നെ നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇത് എംപ്ലോയി ഐ ഡി, നെയിം, അഡ്രസ്, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ബേസിക്. എനിക്ക് TA കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. എനിക്ക് ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക് പേ, ഇൻസെൻറ്റീവ് വേണ്ട, ബേസിക് പേ ഉണ്ട്. ഇത് സെയിൽസ് ആണ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് സെയിൽസ് എമൗണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ 5,000 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 10,000 ആണെങ്കിൽ ആൾക്ക് നമുക്കൊരു 1,000 rupees ഇൻസെൻറ്റീവ് കൊടുക്കണം. എന്താ വേണ്ടത്? ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ 10,000, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണെങ്കിൽ ഇൻസെൻറ്റീവ് എമൗണ്ട് 1,000. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? ആ ഇഫ് എങ്ങനെയാണ് വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഈക്വൽ ടു ഇഫ് വാട്ട്സ് മൈ കണ്ടീഷൻ? സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണ്. ആണെങ്കിൽ എനിക്ക് 1,000 rupees ഇൻസെൻറ്റീവ്, അല്ലെങ്കിൽ ഒന്നുമില്ല, സോ 0. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇയാൾക്ക് ഇൻസെൻറ്റീവ് കിട്ടില്ല, കാരണം 10,000 താഴെയാണ്. അപ്പോൾ 2 പേർക്ക് മാത്രം ഇൻസെൻറ്റീവ് ഉണ്ട്. ഇത് യൂസ്ഫുൾ അല്ലേ? നമുക്ക് ആവശ്യം വരണതല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി എല്ലാ കേസിലും 1,000 ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കണം എന്നില്ല ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. എൻ്റെ കണ്ടീഷനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി പറയുവാണ്. അതായത് സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ 10,000 ആണെങ്കിൽ സെയിൽസിൻ്റെ 10% ആണ് ഇൻസെൻറ്റീവ്. അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിലോ ഈക്വൽ ടു ഇഫ്. അപ്പോഴും സംഭവം ഇഫ് തന്നെ കൊടുക്കണം. സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണോ? 10,000 ആണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞത്? 1,000 rupees വെറുതെ കൊടുത്താൽ പോരാ, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ വരാനായിട്ട്. കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫോമിൽ അവിടെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇഫ് E2 is greater than or equal to 10,000 ആണെങ്കിൽ സെയിൽസ് ഇൻറ്റു 10%. അല്ലാത്തവർക്ക് ഒരു 500 രൂപ. ഇയാൾക്ക് 500 കിട്ടിയത്, ഇവർക്ക് രണ്ടുപേർക്കും 1,000ഉം 1,200ഉം കിട്ടി. ഇയാൾക്ക് 1,000 ആണ്, ഇയാൾക്ക് 1,200ഉം കിട്ടി. എന്തുകൊണ്ടാണ്? 10,000 10% 1,000 ആണ്, 12,000 10% 1,200 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്?
ഇഫിനകത്ത് കണ്ടീഷൻസ് മാത്രമല്ല, കണ്ടീഷൻസിൽ ഒരു ഫിക്സഡ് വാല്യൂ മാത്രമല്ല, എൽസ് കേസിലും ഫോൾസ് കേസിലും ട്രൂ കേസിലും ഫോൾസ് കേസിലും നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുലയും കൊടുക്കാം. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന ഫോർമുലയിൽ എന്താണോ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ വരുന്നത് ആ ആൻസർ ആയിരിക്കും വാല്യൂ ട്രൂ വരുന്നത്. ഫോൾസിൽ ഞാൻ ഫോൾസിൽ 500 കൊടുത്തതുകൊണ്ടാണ് 500 എന്ന് വന്നത്. സപ്പോസ് ഞാൻ ആ 500 പകരം അവിടെ സെയിൽസിന്റെ 1% കൊടുത്താൽ മതി അയാൾക്ക്. അപ്പൊ ഞാൻ സെയിൽസിന്റെ 1%, അപ്പോൾ 60 റുപ്പീസ് ആയിട്ട്. ഞാൻ കൊടുത്ത കണ്ടീഷൻ എന്താ? ഇഫ് E2 is greater than or equal to 10,000, കോമ കഴിയുമ്പോൾ പിന്നെ പറയുന്ന പോർഷൻ വാല്യൂ ട്രൂവിന്റെ പോർഷൻ ആണ് അടുത്ത കോമ വരെ. സോ അവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്തു, E2 into 10%, കോമ E2 into 1%. അപ്പോൾ ട്രൂ ആണെങ്കിൽ 10% വെച്ചിട്ട് ഇൻസെന്റീവ് കാൽക്കുലേറ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ 1% വെച്ചിട്ടുള്ള ഇൻസെന്റീവ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് നമുക്ക് ആവശ്യം വരുന്നതല്ലേ, എന്തായാലും വേണ്ടി വരുന്ന കാര്യമാണ്. അതനുസരിച്ചിട്ട് വാല്യൂ വ്യത്യാസം വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇതാണ് നമ്മൾ ഇഫ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ, സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതും അയക്കണം. ഞാൻ IT-യിലുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ മാർക്കറ്റിംഗിലുള്ളവർക്ക് മാത്രമാണ് ഇൻസെന്റീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, മാർക്കറ്റിംഗ് മാത്രം. ഓക്കെ, അപ്പം IT-യിലുള്ളവർക്കൊന്നും ഞാൻ ഇൻസെന്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിലോ, രണ്ട് കണ്ടീഷൻ എടുത്ത് കൊടുക്കണമെങ്കിലോ ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? കണ്ടീഷനിൽ ഒന്നുകൂടെ എഴുതാം അല്ലേ, ഒന്നുകൂടെ എഴുതാം, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്. ഈക്വൽ ടു ഇൻസെന്റീവിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു ഇഫിന്റെ ബ്രാക്കറ്റിൽ എനിക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഒന്ന്, സെയിൽസ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ആയിരിക്കണം. രണ്ട്, ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യണം എന്നാ പറഞ്ഞത്? ആൻഡ്. ഞാൻ ആൻഡ് എഴുതി, ആൻഡിന്റെ ബ്രാക്കറ്റിൽ രണ്ട് കണ്ടീഷൻ കൊടുക്കും. ഒന്ന്, സെയിൽസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണോ, ആൻഡ് അടുത്ത കണ്ടീഷൻ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഈക്വൽ ടു മാർക്കറ്റിംഗ്. എപ്പോഴും ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. കണ്ടീഷനൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ഫോണ്ടൊക്കെ നോക്കി കൊടുക്കണം. മാർക്കറ്റിംഗ്, ഇവിടെ മാർക്കറ്റിംഗ് നോക്കിയാൽ എങ്ങനെയാണ് അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പൊ രണ്ട് കണ്ടീഷൻ കഴിഞ്ഞാൽ ആൻഡിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളാം. അപ്പൊ ഇഫിന്റെ ലോജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? കോമ. എന്താണ് അവിടെ വേണ്ടത് എനിക്ക്? സെയിൽസിന്റെ 10%. ഇല്ലാത്തവർക്ക് സെയിൽസിന്റെ ഇല്ലാത്തവർക്ക് വേണ്ട, ഇൻസെന്റീവ് ഇല്ല, 0 ഇട്ട് കൊടുക്കുക. ഇവർക്കില്ല, സെയിൽസ് ആയതുകൊണ്ട്. മാർക്കറ്റിംഗ് ഡിവിഷനിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ ഉള്ളവർക്ക് ഒരാൾക്ക് 7,000-ഉം ഒരാൾക്ക് 6,500 ആണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഇൻസെന്റീവ് കിട്ടിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് 17,000 മാറ്റി വെക്കാം. ഒന്നില്ലേ, ഈ മാർക്കറ്റിംഗിലുള്ള ആൾക്ക് 34,000 കിട്ടും. ഇവർക്കൊക്കെ 10,000 മേലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇൻസെന്റീവ് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് അല്ല. മനസ്സിലായോ? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യം വന്നാൽ ആൻഡ്, അതുപോലെ തന്നെ ഓർ ഉണ്ട്. എല്ലാം കൂടെ പറയണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഓർ ആണെങ്കിൽ നമ്മളിവിടെ കൊടുത്ത രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വർക്ക് ചെയ്യും. അതിനാണ് ഓർ. എനിക്കിപ്പോൾ വേണ്ടത് ഞാൻ മാറ്റി പറയാം, ചെറിയൊരു ഡിഫറൻസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, എന്നിട്ട് മാറ്റി പറയാം. വേറൊരു സിനാരിയോ കൂടെ പറയാം. എൻ്റെ ഒരു കണ്ടീഷൻ അടുത്തതാണ്, സെയിൽസ് ഇപ്പം നമ്മൾ കൊടുത്തതിൽ മാർക്കറ്റിംഗുകാർക്ക് മാത്രമേ ഇൻസെന്റീവ് കൊടുത്തുള്ളൂ. എനിക്ക് സെയിൽസോ മാർക്കറ്റിങ്ങോ ഉള്ളവർക്ക് മാത്രം ഇൻസെന്റീവ് മതി. സെയിൽസ് ഒന്നില്ലെങ്കിൽ സെയിൽസിലുള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആൾക്കാരായിരിക്കണം. അല്ലാതെ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇൻസെന്റീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ കണ്ടീഷൻ എങ്ങനെ കൊടുക്കും? ഈക്വൽ ടു. അവിടെ ആൻഡ് കൊടുത്താൽ ശരിയാവില്ലല്ലോ. സെയിൽസും ആയിരിക്കണം മാർക്കറ്റിംഗ് ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ വേണ്ടി വരും? ഇഫിന്റെ ഇഫ് കൊടുക്കുക, ആൻഡിന്റെ പകരം നമ്മളിവിടെ ഓർ കൊടുക്കുക. ഓറിന്റെ ബ്രാക്കറ്റില്
എത്ര കണ്ടീഷൻ വേണമെങ്കിലും ആൻഡ് കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കാം. പക്ഷെ D2 ഈക്വൽ ടു സെയിൽസ് D2 ഈക്വൽ ടു മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ക്യാപിറ്റലായിട്ട് തന്നെ കൊടുത്തേക്കാം, മാർക്കറ്റിംഗ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ D2ലെ വാല്യൂ സെയിൽസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ സെല്ലിലെ വാല്യൂ മാർക്കറ്റിംഗ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവരുടെ സെയിൽസ് ഇൻറ്റു 10%, അല്ലാന്നുണ്ടെങ്കിൽ 0 and ബ്രാക്കറ്റ് ചെയ്യുക. 60% ഇൻസെന്റീവ് വന്നു. പക്ഷെ IT-കാർക്ക് കിട്ടിയില്ല. മനസ്സിലായോ? IT-ല് 10,000 ഉണ്ട്, എന്നിട്ടും 0 അല്ലേ വന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ആൻഡിന്റെ പകരം ഞാൻ കൊടുത്തത് ഓർ ആയിരുന്നു. ഓർ കൊടുത്താൽ ഇതിലേതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, ട്രൂവിൽ വരും. ആൻഡ് ആണെങ്കിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് ട്രൂ കേസിലേക്ക് വരൂ. ക്ലിയർ ആയോ? ഇതൊന്നും വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി മിസ്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിനാരിയോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു കണ്ടീഷൻ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സെൽ അഡ്രസ്സിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോഴേക്കും നമ്മൾ മൈൻഡ് ക്ലിയർ ആവുമായിരിക്കും. ബേസിക് ഫങ്ഷൻസ് ശേഷം ആവുമ്പോൾ കുറച്ചും കൂടി ഉണ്ട്. സെൽ റെഫറൻസ് സിമ്പിൾ എക്സാമ്പിൾ വേറെ പേജ് എടുക്കാം, നമ്മൾ ചെയ്ത അതേ പേജ് തന്നെ എടുക്കാം. ഞാനിവിടെ 1 ഇവിടെ 5 എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പുറത്ത് വന്നിട്ട് ഈക്വൽ ടു 1 × 5. ഞാൻ ഒരു മാത്തമാറ്റിക്കൽ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കൊടുത്തു, ഇവിടെ 5 കൊടുത്തു. 1 × 5 5. അപ്പോൾ ഞാൻ അടുത്ത ലൈനിൽ 2 1 2 കൂടെ ഇട്ടു. ഇതിൽ ഡ്രാഗ് ചെയ്തു. 3 4 5 6 വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 5 ഇട്ടു. ഇവിടെ 5 10 ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ ഇത്രയും. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണ്? G3 × 5. ഞാൻ ഇതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യാണ്, ഈ ഫോമിലെ താഴേക്ക് ഡ്രാഗ് ചെയ്തു. അപ്പം എനിക്കിവിടെ എന്ത് കിട്ടി? 5 10 15. അത് 10 കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണ്. സ്മാർട്ടാണിപ്പോൾ. ഇവിടെ G4 × 5 G4 × 4. ഇനി ഞാനിവിടെ കൊടുക്കുകയാണ് ഈക്വൽ ടു G3 × ഈ സെല്ലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ G3 × H3 എൻ്റർ കീ പ്രസ് ചെയ്തു. ഞാൻ താഴേക്ക് സെല്ല് കോപ്പി ചെയ്യാൻ പോകുക. നേരത്തെ ഞാൻ അവിടെ സെൽ അഡ്രസ് കൊടുക്കുന്നതിന് വരെ 5 എന്ന് കൊടുത്തു, അതുകൊണ്ടാണ് ആ വാല്യൂ കിട്ടിയത്. ഞാനിവിടെ 1 × 5 = 5. ഞാൻ ഉദ്ദേശിച്ചത് 2 × 5 = ഇവിടെ ആൻസർ വരണം എന്നായിരുന്നു. പക്ഷെ 2 × നെക്സ്റ്റ് ഫോമിൽ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് G3 × H3 ആണെങ്കിൽ അടുത്ത സെല്ലിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് G4 × H4 ആയി മാറും. H4ൽ 5 ഉണ്ടെങ്കിലാണല്ലോ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും 5 ഇട്ട് കൊടുത്തെങ്കിലാണ് എനിക്ക് വാല്യൂ കിട്ടുള്ളൂ. പക്ഷെ എല്ലാ കേസിലും നമുക്ക് ഇവിടെ ഇങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എന്താ വേണ്ടത്? ഓരോ പ്രാവശ്യവും അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ G4 equal to this cell address into ഈ സെൽ അഡ്രസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റ് 10 എന്ന് കിട്ടും. ഇവിടെയും ഈക്വൽ ടു ദിസ് സെൽ അഡ്രസ് ഇൻറ്റു ഈ സെൽ അഡ്രസ്.
അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ G3 ഇൻറ്റു H3, ഇവിടെയും G4 ഇൻറ്റു H3, ഇവിടെ G5 ഇൻറ്റു H3. ദാറ്റ് മീൻസ് H3 എന്ന് പറയുന്ന സെല്ല് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമായിരുന്നു. H3 എന്ന് പറയുന്ന സെല്ല് ഫോമിലെ കോപ്പി ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ 5 വെച്ച് തന്നെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഈ ഫോർമുലയിൽ G3 റിലേറ്റീവ് ആയിട്ട് മാറുമ്പോൾ H3 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, ഓർ H3യെ നമുക്ക് അബ്സല്യൂട്ട് ആക്കി മാറ്റണം. അതിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ആണ് H എന്ന് പറയുന്ന കോളത്തിനെ അബ്സല്യൂട്ട് ആക്കാൻ Hന് മുമ്പ് ഒരു ഡോളർ സിമ്പിൾ ഇടുക, 3 എന്ന് പറയുന്ന റോയിനെ കോൺസ്റ്റന്റ് ആക്കാൻ 3ക്ക് മുമ്പ് ഒരു ഡോളർ സിമ്പിൾ ഇടുക. അല്ലെങ്കിൽ നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നെങ്കിൽ കീബോർഡിലെ F4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് 2 ഡോളർ സിമ്പിളും വരും. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടും ഡോളർ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കോൺസ്റ്റന്റ് ആക്കേണ്ടത് കോളം ആണെങ്കിൽ കോളത്തിന് മുമ്പിൽ ഡോളർ സിമ്പിൾ ഇടാം, റോ ആണ് കോൺസ്റ്റന്റ് ആക്കേണ്ടതെങ്കിൽ റോയിന് മുമ്പ് ഡോളർ സിമ്പിൾ ഇടാം. അതല്ല രണ്ടും കോൺസ്റ്റന്റ് ആക്കണം, H3 തന്നെ എല്ലായിടത്തും വരണം എന്നാണെങ്കിൽ Hന് മുൻപും 3ക്ക് മുൻപും ഡോളർ സിമ്പിൾ ഇടാം. ഇതിനെ നമ്മൾ പറയുന്നതാണ് അബ്സല്യൂട്ട് സെൽ അഡ്രസ്സിംഗ്. ഇവിടെ ഒന്ന് വന്നു, ജസ്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് ആൻസർ എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എന്താ കാര്യം? G4 ഇൻറ്റു H3, G5 ഇൻറ്റു H3, G6 ഇൻറ്റു H3, G7 ഇൻറ്റു H3, G8 ഇൻറ്റു H3. ഓരോ പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും അത് H3 എന്ന് പറയുന്ന സെല്ലിനെ മാറ്റിയിട്ടില്ല. H3 അങ്ങനെ തന്നെ നിന്നുകൊണ്ടാണ് ബാക്കി എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നതാണ് അബ്സല്യൂട്ട് സെൽ അഡ്രസ്സിംഗ്. ക്ലിയർ ആയോ? ഇത് വെച്ച് അബ്സല്യൂട്ട് സെൽ അഡ്രസ്സിംഗ്. സെൽ അഡ്രസ് നമ്മൾ അബ്സല്യൂട്ട് ആക്കണം, അതിന് ചേഞ്ച് വരില്ല. അത് ഫോമിലെ താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ ആ സെൽ അഡ്രസ് മാറില്ല. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം G3 ഇൻറ്റു H3 എന്നാണെങ്കിൽ ആ ഫോമിലെ താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ G3 ഇൻറ്റു അല്ല G4 ഇൻറ്റു H4 എന്നായി മാറും അല്ലേ? അങ്ങനെ മാറാതെ H3 തന്നെ വരണം എന്നാണെങ്കിൽ Hന് മുമ്പ് ഡോളർ സിമ്പിളും 3ക്ക് മുമ്പ് ഒരു ഡോളർ സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോമിലെ താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ H3 ആയിട്ട് തന്നെ നിൽക്കും, H4 ആവില്ല. മനസ്സിലായോ? അതായത് ഇവിടെ ഈക്വൽ ടു ദിസ് ഇൻറ്റു ഞാൻ 5 ഞാൻ കൊടുത്ത് എൻ്റെ പ്രസ് ചെയ്തു. ഇനി ഞാൻ വെറുതെയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൻസർ 0 വരില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ G4 ഇൻറ്റു H4, ഇവിടെ കിട്ടിയിരിക്കുന്ന എന്താ G5 ഇൻറ്റു H5. അതായത് H1, H2, H3, H4 എന്നുള്ളത് റിലേറ്റീവ് ആയിട്ട് താഴേക്ക് മാറി. എനിക്ക് ഈ H3 എന്നുള്ളത് ഈ H3യിലാണ് ഞാൻ 5 എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ H3 കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം, H3 മാറാൻ പാടില്ല. ഫോമിലെ താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ H3 എന്ന് പറയുന്ന സെൽ അഡ്രസ് മാറാൻ പാടില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പം ഞാൻ അതിന് എന്ത് ചെയ്യും? Hന് മുന്നേ ഒരു ഡോളർ സിമ്പിൾ കൊടുക്കും, 3ക്ക് മുന്നും ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരോഗ്യം അവിടെ യൂസ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ക്ലിക്ക് ചെയ്തിട്ട് ഡോളർ സിമ്പിൾ കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ 3ക്ക് മുമ്പ് ക്ലിക്ക് ചെയ്യും, അവിടെ ഡോളർ സിമ്പിൾ ടൈപ്പ് ചെയ്തു. Hന് മുമ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡോളർ സിമ്പിൾ ടൈപ്പ് ചെയ്യുക. സ്പേസോ അല്ലെങ്കിൽ ടാബോ അല്ലെങ്കിൽ ആരോ കീസ് ഒക്കെ യൂസ് ചെയ്താൽ അഡീഷണൽ ആയിട്ട് അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ കയറി വന്നാൽ ചിലപ്പോൾ പെട്ടുപോകും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം വരുന്നുണ്ട് കുഴപ്പമില്ല. ആരോ കീസ് യൂസ് ചെയ്തിട്ടും പ്രശ്നമൊന്നുമില്ല, ചെയ്യാം. അതിലേക്ക് പ്രസ് ചെയ്യാം. തന്നെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കി G3 ഇൻറ്റു H3, ഇവിടെയും G4 ഇൻറ്റു H3. ഒരു ഡോളർ സിമ്പിൾ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്നല്ലാതെ H3 എന്നുള്ളത് മാറുന്നില്ല. H3 ആയിട്ട് തന്നെ നിൽക്കുക. അടുത്ത H3, എല്ലാവർക്കും H3, പക്ഷെ G മാത്രം മാറുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം വേറൊരു എക്സാമ്പിളിൽ ഇതെവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. ഒരു എക്സാമ്പിൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, മാർട്ടിൻസ് യൂസ്ഡ് കാർ പാർട്സിൻ്റെ ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്, കമ്മീഷൻ തന്നിട്ടുണ്ട്. ഈ കമ്മീഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പർച്ചേസ് എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എക്സ്ചേഞ്ച് റേറ്റിനെ വെച്ചിട്ടാണ് ഈ പർച്ചേസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഈ ഒരു സെല്ലിലെ വാല്യൂ വെച്ച് മാത്രമാണ് ഇവിടെ എല്ലാ കാൽക്കുലേഷനും പോകുന്നത്. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് മാറാൻ പാടില്ല? ഈ F3യുടെ വാല്യൂ ചേഞ്ച് ആവാൻ പാടില്ല. പർച്ചേസിന് ഞാൻ എന്താ കൊടുക്കേണ്ടത്? B3 ഇൻറ്റു F3. B3 എന്ന് പറയുന്ന സെല്ലില് $5 ആണ്, അല്ല $5 ആണ്. ഈ $5 ഇൻറ്റു 3.67 ചെയ്തിട്ട് ആ എമൗണ്ട് ആണ് എനിക്ക് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 3.67 മാറ്റി ഇവിടെ 4 ആക്കുമ്പോൾ
ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എല്ലായിടത്തും 20, 60, 80, 50 ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു സെല്ല് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫോർമുല കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കൊടുക്കുമ്പോൾ B3 × F3 എന്ന് മാത്രം ഡോളർ ഇടാതെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫോർമുലയെ കോപ്പി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്തിൽ വരുമ്പോൾ B4 × F4 എന്നാവും. F4 എന്ന് പറയുന്ന സെല്ല് ഇതാണ്, ഇവിടെ ബ്ലാങ്ക് ആണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂ? ഇല്ല. അപ്പൊ എനിക്ക് എന്ത് വേണമായിരുന്നു? ഈ സെല്ല് എന്ന് പറയുന്നത് F3 എന്ന് പറയുന്ന സെല്ലാണ്. ഈ F3 എന്ന് പറയുന്ന സെല്ല് എനിക്ക് കോൺസ്റ്റന്റ് ആക്കി മാറ്റണം, എന്നാലാണ് എൻ്റെ പർച്ചേസ് പ്രൈസ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ കോപ്പി ചെയ്ത് ഇത്രയും സ്ഥലത്തും കൊണ്ട് ഇട്ട് വയ്ക്കേണ്ടി വരും. ഇതിങ്ങനെ ഇട്ട് വയ്ക്കുന്ന അത്ര ഭംഗിയുള്ള കാര്യമല്ല അല്ലേ? ഇങ്ങനെ 444 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റിപ്പോർട്ട് അത്ര ഭംഗിയാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് റേറ്റ് 4 എന്ന് മാത്രം. ഭംഗിയാവണത് മാത്രമല്ലല്ലോ, ഒരെണ്ണം മാറ്റി എല്ലായിടത്തും മാറ്റി കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ ഞാനിവിടെ എക്സ്ചേഞ്ച് റേറ്റ് 4 എന്ന് മാറ്റി 5 ആക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം മാറും. അപ്പൊ ഈ ഒരു സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഫോർമുല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ സെല്ലിന്റെ റെഫറൻസ് കോൺസ്റ്റന്റ് ആക്കണം. ഞാനിവിടെ എന്ത് കൊടുക്കും? ഈക്വൽ ടു B3, അതായത് പർച്ചേസ് പ്രൈസ് ഇൻറ്റു എക്സ്ചേഞ്ച് റേറ്റ്. എൻ്റെ $25 DHS. ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്? B3 × F3 മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത നോക്കിയേ, B4 × F4 എന്നായി. F4 വാല്യൂ ഇല്ല, അതുകൊണ്ട് എനിക്ക് 0 ആയി പോയി. അപ്പൊ അത് വരാൻ പാടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ F3 നടുക്ക് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫംഗ്ഷൻ കീയും F4 കൂടെ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ലാപ്പ് ആണെങ്കിൽ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് F4 കൊടുക്കുക. ഡെസ്ക്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ വെറുതെ F4 പ്രസ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും ഡോളർ സിമ്പിൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, F-ന് മുമ്പും 3-ന് മുമ്പും ഓരോ ഡോളർ സിമ്പിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റർ പ്രസ് ചെയ്യാം. ഇതാണ് ഞാൻ താഴേക്ക് കോപ്പി ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ടീച്ചേഴ്സിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ഞാൻ 5 മാറ്റി എക്സ്ചേഞ്ച് റേറ്റ് കൂടി 10 rupees ആയാൽ 10 ആക്കിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് കമ്മീഷനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. B3 × എത്ര സെയിൽസ് പ്രൈസ് കമ്മീഷൻ കൂടുതൽ, കമ്മീഷൻ 10 രൂപ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെയിൽസ് പ്രൈസ് മാറിയുണ്ട്. അപ്പൊ ഈ കാൽക്കുലേഷനിൽ പോയിരിക്കുന്നത് എന്താ? B3 × G3 ആണ്, അതായത് കമ്മീഷൻ. ഇങ്ങനത്തെ കേസസ് എന്ത് വന്നാലും നമുക്ക് ഈ സെൽ അഡ്രസ്സിംഗ് അബ്സല്യൂട്ട് ആക്കി കൊടുത്ത് ചെയ്യേണ്ടി വരും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ രണ്ടുപേർക്കും? ശ്രീലക്ഷ്മി ദേവിക ക്ലിയർ ആയി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എക്സാമ്പിൾ 1-ഉം ഈ ഇഫിന്റെ ഷീറ്റും എക്സാമ്പിൾ 1-ന്റെ ഷീറ്റും ഞാനൊന്ന് നിങ്ങൾക്ക് അയച്ചു തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് നല്ലതായിരിക്കും. ഓക്കെ മിസ്. ഒരു വർക്ക് ഷീറ്റ് പോലെ. അപ്പൊ നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് സമയമുണ്ടല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാം. ഇല്ലാന്ന് അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ക്ലാസ് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. എനിക്ക് തോന്നുന്നു അല്ലാതെ എന്തെങ്കിലും വാട്സാപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാം. ഇല്ല സമയം കിട്ടിയില്ല എന്നാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു തരാം, പ്രശ്നമില്ല. അതുപോലെ അത് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലേ? ഓക്കെ മിസ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ടൈം ഉണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ പോർഷൻ കൂടെ നോക്കാം. ഓവർലോഡ് ആവുമോ എന്ന് ടെൻഷൻ ഉണ്ട്. ഇത്രയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിച്ചത്. അതുപോലെ ഇതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. താഴത്തെ എഴുതിയേക്കുന്നത് കൂടെ സെയിൽസ് സമ്മറി. ഇതിന്റെ എമൗണ്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. സമ്മറിയുടെ ടോട്ടൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെയിൽസ് സമ്മറിയുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ വാല്യൂ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു സം ഓഫ് വിത്തിൻ ദ ബ്രാക്കറ്റ് ഹൗ ടു സ്പെസിഫൈ ദിസ് ഫോർ വാല്യൂസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ പ്രസ് ചെയ്യാം. അതുപോലെ ഇതിന്റെ സമ്മാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മിനിമം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? ഈക്വൽ ടു മിനോ. മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? ഈക്വൽ ടു മാക്സിമം. ആവറേജിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഈക്വൽ ടു ആവറേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം പഠിച്ചത്രയും കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്?
4-5 ഫംഗ്ഷൻസ് പഠിച്ചു അല്ലേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈക്വൽ ടു സം, ഈക്വൽ ടു SUM എന്ന് പറയുന്ന സം എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. സം എന്നുള്ള ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ ഞാൻ ഏത് റേഞ്ച് ഓഫ് വാല്യൂ കൊടുക്കുന്നോ, ഏത് റേഞ്ച് കൊടുക്കുന്നോ ആ റേഞ്ചിലുള്ള വാല്യൂസിന്റെ സം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് റേഞ്ച് വേണേലും കൊടുക്കാം. ഈക്വൽ ടു ഞാൻ സം എന്ന് കൊടുത്തിട്ട് ഞാൻ ഇത്രയും വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത്രയും വാല്യൂസിന്റെ സം 2516. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് വേണോ കൊടുക്കാം. ഏത് റേഞ്ച് ഞാൻ കൊടുക്കുന്നു ആ റേഞ്ചിൽ. എനിക്കിപ്പോ എല്ലാം വേണ്ട. ഈക്വൽ ടു സം ഓഫ്, ഞാൻ ചില നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ എനിക്ക് ഫോർമേറ്റ് കൊടുക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള നമ്പേഴ്സ് ഒക്കെ മാത്രം മതി എന്നാണെങ്കിൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ സെലക്ടഡ് വാല്യൂസ് മതി എന്നാണെങ്കിൽ ഈക്വൽ ടു സം എന്ന് കൊടുത്തിട്ട് ആ സെൽസ് ഏതൊക്കെ സെൽസിന്റെ ആണോ സം കാണേണ്ടത് അത് മാത്രം കോമേറ്റ് കൊടുക്കുക. അതല്ല എനിക്ക് വേണ്ടത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന്റെ സം ആണെങ്കിൽ ആ റേഞ്ച് ഓഫ് വാല്യൂസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ നമുക്ക് ആവറേജ് ചെയ്യാം. ആവറേജ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ആവറേജ് ഓഫ്. പിന്നെ നമ്മൾ പഠിച്ചത് കൗണ്ട് ഫംഗ്ഷൻ ആയിരുന്നു. കൗണ്ടിൽ നമ്മൾ കൗണ്ട് എന്നൊരു ഫംഗ്ഷനും പഠിച്ചു, കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷനും പഠിച്ചു. കൗണ്ട് എന്നുള്ള ഫംഗ്ഷനിൽ കൗണ്ട് ഓൾ ദ ന്യൂമറിക്കൽ വാല്യൂസ്. കൗണ്ട് എ ആണെങ്കിൽ കൗണ്ട് എ ന്യൂമറിക്കലും ടെക്സ്റ്റും കൗണ്ട് ചെയ്യും. ദാറ്റ് മീൻസ് ബ്ലാങ്ക് അല്ലാത്ത എല്ലാ സെൽസും കൗണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ല ബ്ലാങ്ക് ആയിട്ടുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ബ്ലാങ്ക് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്. കണ്ടോ? കൗണ്ട് ബ്ലാങ്ക്. കൗണ്ട് ബ്ലാങ്ക് കൊടുത്തിട്ട് ഞാൻ ഒരു റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ബ്ലാങ്ക് സെൽസ് ഉണ്ടെന്ന് കിട്ടും. ഇവിടെ ബ്ലാങ്ക് സെൽസ് ഒന്നും ഇല്ല, ഡിലീറ്റ് ചെയ്ത് വരണം. ഉണ്ടതേ 41. അപ്പൊ ഇവിടെ കൗണ്ട് ബ്ലാങ്കിൽ 1 വന്നുണ്ടോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉണ്ട്, കൗണ്ട് എ ഉണ്ട്, കൗണ്ട് ബ്ലാങ്ക് ഉണ്ട്. ഇനിയുണ്ട് കൗണ്ട് ഫംഗ്ഷൻസിൽ കൗണ്ട് ഇഫ് ഒക്കെ ഉണ്ട്, സം ഇഫ് സം ഒക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സസിലായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കവർ ചെയ്ത് പോവാം. അപ്പം കൗണ്ട് ഫംഗ്ഷൻസിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് കൗണ്ട് എ, ഇപ്പൊ ഞാൻ പറഞ്ഞ കൗണ്ട് ബ്ലാങ്ക്. ഓക്കെ, അപ്പൊ അത് നോക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ഹോം ടാബിനകത്ത് വന്നിട്ട് മെർജ് ആൻഡ് സെൻറ്റർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചെയ്യാം. എത്ര സെൽസ് ആണോ മെർജ് ചെയ്യേണ്ടത് അത്രയും സെൽസ് സെലക്ട് ചെയ്യുക ആൻഡ് ഗോ ഫോർ മെർജ് ആൻഡ് സെൻറ്റർ. അതുപോലെ റാപ്പ് ടെക്സ്റ്റും വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ആവറേജ് ഒക്കെ ഇപ്പം എന്താ പറയാ ടോട്ടൽ മാർക്ക് എന്നാണ് കൊടുക്കണേന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ ടോട്ടൽ എന്ന് കൊടുത്തിട്ട് മാർക്ക് എന്ന് കൊടുത്തു. ടോട്ടൽ മാർക്ക് ഇങ്ങനെ എഴുതി വന്നപ്പോൾ മാർക്കിന്റെ പകുതി കാണാനില്ല. എനിക്ക് എന്നാ സൈസ് കൂട്ടി കൊടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഈ സൈസ് കൂട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അപ്പൊ എനിക്ക് അതും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? എന്നാൽ ടോട്ടൽ മാർക്കിന്റെ കണ്ടില്ലെങ്കിൽ അത് വൃത്തികേടാണ്. അപ്പൊ എനിക്ക് അതും പോസിബിൾ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോം ടാബ് എടുക്കുക, റാപ്പ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. റാപ്പ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ടെക്സ്റ്റ് റാപ്പ് ചെയ്ത് കാണിക്കും. ഇതും നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു കേസാണ് റാപ്പിംഗ്. അപ്പൊ സെല്ലിലുള്ള കണ്ടന്റിനെ ആ ശരിക്കും പറഞ്ഞാൽ സെല്ലിലുള്ള കണ്ടന്റിനെ വ്യൂ ചെയ്യാവുന്ന പോഷൻ അടുത്ത സെല്ലിലെ കണ്ടന്റ് വെച്ച് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിനെ റാപ്പ് ചെയ്ത് ആ കണ്ടന്റിന്റെ അകത്ത് തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ഞാൻ ടോട്ടൽ മാർക്കിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റാപ്പ് ടെക്സ്റ്റ് കൊടുത്തു. സോ ആ സെല്ലിൽ ഫിക്സ് ചെയ്ത് വന്നു. എനിക്കിപ്പോ അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടെ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഹോം ടാബ് എടുത്തിട്ട് റാപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ മൊത്തം എല്ലാം സൈസ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നോളൂ. സീരിയൽ നമ്പറൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ സീരിയൽ നമ്പറൊക്കെ നമ്മൾ 1 2 3 എന്നൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ശരിക്കും ഇത്രയും സ്പേസിൻ്റെ ആവശ്യം വരില്ല. അപ്പം നമ്മൾ സൈസൊക്കെ ചിലപ്പോൾ കുറച്ച് കൊടുക്കും. അപ്പോൾ സൈസൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റാപ്പ് ടെക്സ്റ്റ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇത് തന്നെ വേറൊരു സംഭവം ചെയ്യാവുന്നത് സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിനകത്ത് ഇവിടെ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് അത് നമ്മൾ റാപ്പ് ടെക്സ്റ്റും കൂടെ കൊടുക്കുന്നതാണ് ഇംഗ്ലീഷിന്റെ SH താഴെ വന്നത്. അപ്പൊ അവിടെ മാത്രം വേണമെങ്കിൽ റാപ്പിംഗ് ഒന്ന് കളയാം, അതനുസരിച്ച് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ റൂളറുള്ള ഹൈഡ് ചെയ്ത് വെച്ചേക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹെഡിങ്സ് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഹെഡിങ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അല്ലോ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
ഒക്കെ എന്താ പറയുക, സ്റ്റൈലിംഗ് ഒക്കെ നമുക്ക് എക്സലിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണോ ആ രീതിയിൽ ചെയ്യാം. ഏത് ഫോർമാറ്റ് കിട്ടിയാലും ആ ഫോർമാറ്റിൽ നമുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റും. ഒന്ന് നോക്കി ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇഫും ആൻഡും പഠിച്ചായിരുന്നു. ഇഫ് ഒന്നും കൂടെ നോക്കുക. കണ്ടീഷൻ ഇഫ് കഴിഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കുക, കോമ ഇട്ടിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരണം, കോമ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് വരണം. ആൻഡിലാണെങ്കിൽ ആൻഡിന്റെ ബ്രാക്കറ്റിനകത്ത് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് കൊടുക്കാം. ആൻഡിന് പകരം ഓറാണ് കൊടുക്കണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ എല്ലാ കണ്ടീഷൻ തെറ്റിയാൽ മാത്രമേ ഫോൾസ് വരുള്ളൂ. അപ്പൊ എന്താണ് നമ്മളുടെ പർപ്പസ് എന്ന് നോക്കിയിട്ട് ആൻഡ് വേണോ ഓർ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് രണ്ടിനും സിൻടാക്സ് സെയിം ആണ്, സ്ട്രക്ചർ സെയിം ആണ്. ആൻഡ് ആണെങ്കിൽ ആൻഡിന്റെ ബ്രാക്കറ്റിലെ കണ്ടീഷൻസ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓർ ആണെങ്കിൽ ഓറിന്റെ ബ്രാക്കറ്റിലെ കോമയിട്ട് കണ്ടീഷൻസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്തത് മൾട്ടിപ്പിൾ ഇഫ് ആയിരുന്നു. ഇഫിനകത്ത് കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ ഇഫ് ട്രൂ, വാല്യൂ ഓഫ് ട്രൂ, കോമ അടുത്ത വീണ്ടും കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് ഞാനിങ്ങനെ പറയുന്നില്ല, പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇതുപോലെ തന്നെ ഞാൻ അയച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ ഒരു പേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഇത് തന്നെ ചെയ്ത് നോക്കുക. ഇതിനകത്ത് എഴുതിയിട്ടും ഉണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അയച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആകെ 2 പേരല്ലേ ഉള്ളൂ ഇപ്പോൾ. സോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഇതേപോലെ ചെയ്ത് നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്തോ? ടൈം ഇപ്പോൾ പോവും, കറക്റ്റ് 9 o'clock ആകുമ്പോൾ ക്ലോസ് ആയി പോവും. സ്ക്രീൻഷോട്ട് എടുത്തെങ്കിൽ ഞാൻ എക്സാമ്പിൾ 1 തരാം, ഇതും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവിടെ കൊടുത്തിട്ട് ഫോർമുല ഞാൻ ഇങ്ങനെ തരാം, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ അത് കാണുകയും ചെയ്യാം. V3 × F3. മൊബൈലിലാണ് കയറിയെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, സിസ്റ്റത്തിലാണ് കയറിയെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, ചെയ്യാം. എടുത്തോ? അപ്പൊ ഞാൻ അയച്ചു തരേണ്ട ആവശ്യമില്ല, ഇത് നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം. സോറി, ഇതേപോലെ ചെയ്ത് നോക്കാം. വേറെ ഒന്നുമില്ല കേട്ടോ. സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ഇൻറ്റു എക്സ്ചേഞ്ച് റേറ്റ്. പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ഇൻറ്റു കമ്മീഷൻ. സോറി തിരിഞ്ഞു പോയി. സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ഇൻറ്റു കമ്മീഷൻ. പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൈസ് ഇൻറ്റു എക്സ്ചേഞ്ച് റേറ്റ്. ചെയ്തു നോക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. I think we can wind up, right? Thank you. Thank you, miss. Thank you. Any doubt ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. Okay. Okay, miss. Thank you. Thank you.